ഹലോ എവ്രിവൺ, JI സക്സസ് മന്ത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. സെപ്റ്റംബർ 11 നടക്കാനിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ റിവിഷൻ സീരീസ് ആണ് സക്സസ് മന്ത്രയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് സിലബസ് എന്താണെന്ന് കാണാം, എത്ര മാർക്സ് ഉണ്ടെന്ന് നോക്കാം, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ സിലബസിൽ 10 മാർക്കാണ് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിന് പറയുന്നത്. പ്രധാനമായും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക്സ് തന്നെയാണ്. ഡ്യൂട്ടി, ഡെൽറ്റ, ഇൻറ്റൻസിറ്റി, ക്രോപ്സ്, ക്യാച്ച്മെൻറ്റ്, ഹൈഡ്രോഗ്രാഫ്, ഇങ്ങനെ തുടങ്ങിയ ബേസിക് ഇറിഗേഷൻ കോൺസെപ്റ്റ്സ് തന്നെയാണ് ആദ്യം പറയുക. പിന്നീട് നമുക്ക് ഡാംസ്, വിയർ, ബാരേജ്, അതായത് ബേസിക്കലി ഹെഡ് വർക്ക്സിനെ കുറിച്ചാണ് അടുത്ത ടോപ്പിക്ക് വരുന്നത്. അതുകൂടാതെ കെനാൽസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു 10 മാർക്കിൻ്റെ ടോപ്പിക്സ് ആണ് നമുക്ക് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞു പോയ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ വരാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും കൂടി ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പം എല്ലാവരും ആക്റ്റീവായിട്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചാറ്റ് ബോക്സിൽ ആൻസർ കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തിയറിയും എക്സ്പ്ലനേഷനും എല്ലാം ഞാൻ അതിൻ്റെ കൂടെ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇറിഗേഷൻ എന്താണ് എന്ന് തന്നെയാണ് 2012 ജൂനിയർ ഇൻസ്ട്രക്ടറിന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇറിഗേഷൻ? ആർക്കെങ്കിലും പറയാമോ? ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം കൊടുത്ത് ചെടികളെ വളർത്തിയെടുക്കുന്നതിനെയാണ് ഇറിഗേഷൻ എന്ന് പറയും. അത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനും. ദ ആർട്ടിഫിഷ്യൽ സപ്ലൈ ഓഫ് വാട്ടർ ടു സോയിൽ ഫോർ ദ ഗ്രോത്ത് ഓഫ് ക്രോപ്സ്. ഏത് ആൻസർ ആണ് വരിക? എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്തേ. യെസ്, ഇറിഗേഷൻ ആണ് വരിക, ഓപ്ഷൻ ഡി. സോ ഇവിടെ നമ്മുടെ ആൻസർ ഡി ആണ്. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ആൻസർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ദ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഇൻ വിച്ച് നോ കനാൽസ് ആർ കൺസ്ട്രക്റ്റഡ്. നിങ്ങൾക്ക് ആൻസേഴ്സ് ചാറ്റ് ബോക്സിലേക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ വരുന്നത് ഇനണ്ടേഷൻ ഇറിഗേഷൻ. ഇതിൻ്റെ വേറൊരു പേര് ഫ്ലഡ് ഇറിഗേഷൻ എന്നാണ്. ഇനണ്ടേഷൻ ഇറിഗേഷനിൽ നമ്മൾ ചെയ്യുന്നത് ഫ്ലഡ് വരുന്ന സമയത്ത് ആ ഫ്ലഡ് വാട്ടറിനെ തൊട്ടടുത്തുള്ള പാടത്തേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ഫ്ലഡ് വരത്തില്ല. വരുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മളിത് ചെയ്യാറുള്ളൂ. ചിലപ്പോൾ 2 വർഷത്തിൽ ഒരിക്കലായിരിക്കും വരിക, ചിലപ്പോൾ 10 വർഷത്തിൽ ഒരിക്കലായിരിക്കാം. ചില സ്ഥലങ്ങളിൽ എല്ലാ വർഷവും മൺസൂൺ സീസണിൽ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഫ്ലഡ് വരുന്ന സമയത്ത് മാത്രം ആ ഫ്ലഡ് വാട്ടർ ഉപയോഗിച്ച് ചെയ്യുന്ന ഇറിഗേഷനെയാണ് ഫ്ലഡ് ഇറിഗേഷൻ എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കനാൽ സിസ്റ്റം ഒന്നും പണിയാറില്ല, ഹെഡ് വർക്ക്സ് പണിയാറില്ല. അപ്പോൾ അതാണ് സ്ഥിരമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങൾ. 3 ചോദ്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫ്ലഡ് വരുമ്പോൾ ചെയ്യുന്ന ഇറിഗേഷൻ ഏത് എന്ന് ചോദിച്ചാൽ ഇനണ്ടേഷൻ ഇറിഗേഷൻ. കനാൽ സിസ്റ്റം ഇല്ലാത്തതാർക്ക്? അതും ഇനണ്ടേഷനാണ്. ഹെഡ് വർക്ക്സ് ഇല്ലാത്തതാർക്ക് എന്ന് ചോദിച്ചാലും ഇനണ്ടേഷനാണ് ആൻസർ. അപ്പോൾ ഈ 3 പോയിന്റ്സ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഹെഡ് വർക്ക്സ് എന്ന് പറയുന്നത് കനാലിൻ്റെ തുടക്കത്തിൽ കനാലിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി എന്തെങ്കിലും പണിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹെഡ് വർക്ക്സ് എന്ന് പറയാം. അപ്പോൾ ഹെഡ് വർക്ക്സ് ഇല്ല, പ്രോപ്പറായിട്ടൊരു കനാൽ സിസ്റ്റം ഇല്ല, ഫ്ലഡ് വന്നാൽ മാത്രമേ നമ്മൾ ഇറിഗേഷൻ ചെയ്യുന്നുള്ളൂ. അതാണ് ഇനണ്ടേഷൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3, ദ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ഇൻ വിച്ച് വാട്ടർ ഇസ് അവൈലബിൾ ഫോർ ഇറിഗേഷൻ ത്രൂ ഔട്ട് ദ ഇയർ. അപ്പോൾ ഈ ത്രൂ ഔട്ട് ദ ഇയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ആൻസർ പെരിനിയൽ ഇറിഗേഷൻ. അപ്പോൾ ഇവിടെയുള്ള മറ്റ് ഓപ്ഷൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ എപ്പോൾ നിങ്ങൾക്ക് പാടം നനയ്ക്കാനായിട്ട് വെള്ളം വേണമെങ്കിലും കനാലുകൾ വഴി ആ വെള്ളം നിങ്ങൾക്ക് എത്തിച്ചു തരും. അതിനെയാണ് പെരിനിയൽ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ത്രൂ ഔട്ട് ദ ഇയർ കനാലുകളിലൂടെ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന രീതി, അതാണ് പെരിനിയൽ ഇറിഗേഷൻ. അപ്പോൾ എന്താണ് നോൺ പെരിനിയൽ ഇറിഗേഷൻ? വെള്ളമുണ്ട്, നമുക്ക് റിവറുണ്ട്, റിവറിൽ വെള്ളമുണ്ട്, പക്ഷെ ചില സീസണുകളിൽ മാത്രം കനാൽ വന്ന് റിവറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോൺ പെരിനിയൽ ഇറിഗേഷൻ. പെരിനിയൽ ത്രൂ ഔട്ട് ദ ഇയർ ആണെങ്കിൽ നോൺ പെരിനിയൽ പാർട്ട് ഓഫ് ദ ഇയർ ഉള്ളി.
എപ്പോഴും വെള്ളം ആവശ്യമില്ല. ഇപ്പൊ റാബി സീസണിൽ മാത്രം കൃഷി നടക്കുന്ന പാടമായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ റാബി സീസണിൽ മാത്രം കനാൽ പോയി റിവറിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ അത് നോൺ പെരിനിയൽ ഇറിഗേഷൻ ആണ്. ഓക്കെ, ഇനി ലിഫ്റ്റും ഫ്ലോ ഇറിഗേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ വെള്ളത്തിന്റെ സോഴ്സ് ഉയർന്ന നിരപ്പിലും പാടം താഴ്ന്ന നിരപ്പിലുമാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം ഗ്രാവിറ്റി വഴി പാടത്തേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഒഴുകി ഇങ്ങി വന്നോളും. അതാണ് ഫ്ലോ ഇറിഗേഷൻ. നേരെ തിരിച്ച് വെള്ളത്തിന്റെ സോഴ്സ് താഴ്ന്ന നിരപ്പിലും പാടം ഉയർന്ന നിരപ്പിലുമാണെങ്കിൽ നമ്മൾ പമ്പ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. അതിനെയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും പല പരീക്ഷകൾക്കും വളരെ ബേസിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കാം. അപ്പൊ ത്രൂ ഔട്ട് ദ ഇയർ ആണെങ്കിൽ പെരിനിയൽ ആൻസർ വരും. പാർട്ട് ഓഫ് ദ ഇയർ മാത്രം വെള്ളം എടുക്കുന്നുവെങ്കിൽ നോൺ പെരിനിയൽ ഇറിഗേഷൻ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 4. The best irrigation method that suits area where scarcity of irrigation water is. ആൻസർ വരുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. ഇവിടെ പലരും ചാറ്റ് ബോക്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടത് അത് ഞാനൊന്ന് പറയാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് വേറൊരു പേരുണ്ട്, ട്രിക്കിൾ ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷനെ ട്രിക്കിൾ ഇറിഗേഷൻ എന്നും വിളിക്കാറുണ്ട്. ഇവിടെ മറ്റ് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, നമ്മൾ ഓസ് ഒക്കെ ഇട്ട് തുള്ളി തുള്ളിയായിട്ട് വെള്ളം കൊടുക്കുകയാണ്. അതാണ് ആദ്യത്തെ പോയിന്റ്. വെള്ളം എങ്ങനെയാണ് ചെടിക്ക് കൊടുക്കുന്നത്? ഡ്രോപ്പ് ആയിട്ടാണ് വെള്ളം എത്തിച്ചു കൊടുക്കുക. തുള്ളി തുള്ളിയായിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. എങ്ങോട്ടാണ് വെള്ളം കൊടുക്കുന്നത്? ചെടിയുടെ ബേസിലോട്ടാണ്. അതായത് പെട്ടെന്ന് നമ്മൾ ഇവിടെ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ചെടിയുടെ ബേസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ബേസിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് റൂട്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഏത് മെത്തേഡ് ഓഫ് ഇറിഗേഷനിലാണ് ഡയറക്റ്റ് ആയിട്ട് റൂട്ട് സോണിൽ വെള്ളം എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് ആൻസർ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേറൊരു പേര് ട്രിക്കിൾ ഇറിഗേഷൻ. ഡ്രോപ്പ് ആയിട്ടാണ് വെള്ളം എത്തിച്ചു കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് റൂട്ട് സോണിലേക്കാണ് നമ്മൾ വെള്ളം എത്തിക്കുന്നത്. വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല മെത്തേഡും ഡ്രിപ്പ് ഇറിഗേഷൻ തന്നെയാണ്. കാരണം ഒരുപാട് ലോസസ് ഒന്നും വേസ്റ്റേജ് ഒന്നും നമുക്ക് വരില്ല. കൊടുക്കുന്ന വെള്ളം എല്ലാം പരമാവധി ചെടിക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഹയസ്റ്റ് വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി ആർക്കാണെന്ന് ചോദിച്ചാൽ ഡ്രിപ്പ് ഇറിഗേഷനാണ്. എന്താണ് ഈ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി? എത്ര വെള്ളം നമ്മൾ കൊടുത്തു, ചെടിക്ക് എത്ര കിട്ടി, അതിനെയാണ് ആപ്ലിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഡ്രിപ്പ് ഇറിഗേഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പം നമ്മൾ കണ്ടു, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ 2019 ചോദ്യമാണ്. വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലങ്ങളിൽ ഏത് മെത്തേഡാണെന്നാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ ചെടികൾക്കും നമുക്ക് ഡ്രിപ്പ് പ്രൊവൈഡ് ചെയ്യാനും പറ്റില്ല. ചില വെജിറ്റബിൾസിനും ചില ഫ്രൂട്ട്സിനും ഒക്കെ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് പറ്റുള്ളൂ. പക്ഷെ അതിന് പരമാവധി കൊടുക്കാൻ പറ്റുന്ന ചെടികൾക്ക് ഡ്രിപ്പ് കൊടുത്താൽ ഒരുപാട് വെള്ളം സേവ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇറിഗേഷൻ ഇസ് സ്യൂട്ടബിൾ ഫോർ ഷുഗർ കെയിൻ ആൻഡ് ടൊബാക്കോ? അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഈ ഷുഗർ കെയിനും ടൊബാക്കോയുടെയും പ്രത്യേകത എന്ന് പറയുന്നത് റോ ക്രോപ്സ് ആണ്. അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാം. അതായത് നിരയായിട്ട് നമ്മൾ നടുന്നതിനാണ് റോ ക്രോപ്സ് എന്ന് പറയാം. വരിയായിട്ട് നട്ട് പോകും. ഇപ്പൊ ഷുഗർ കെയിൻ, ടൊബാക്കോ, പൊട്ടറ്റോ, ടൊമാറ്റോ, മെയ്സ് തുടങ്ങിയതെല്ലാം റോ ക്രോപ്സ് ആയിട്ടാണ് അറിയപ്പെടുക. ഈ റോ ക്രോപ്സിന് പറ്റിയ മെത്തേഡ് എന്ന് പറയുന്നത് ഫറോ ഇറിഗേഷൻ ആണ്. ഓപ്ഷൻ സി. അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർത്തിരിക്കുക. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ റോ ക്രോപ്സ് എന്ന് പറഞ്ഞായിരിക്കും ചോദ്യം വരിക. ഇപ്പൊ റോ ക്രോപ്സിന് ഏറ്റവും നല്ല മെത്തേഡ് വരിയായിട്ട് നടാൻ പറ്റുന്നതാണെങ്കിൽ അതിന്റെ പേരെന്ന് പറയുന്നത് ഫറോ ഇറിഗേഷൻ ആണ്. അതെങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫറോ ഇറിഗേഷൻ കാണിക്കുന്നുണ്ട്. വരിയായിട്ട് ചെടികൾ നടുന്നു, അതിനിടയിൽ കൂടി വെള്ളം കൊണ്ടുപോകുന്ന ചാലുകളുണ്ട്. ഈ വെള്ളം കൊണ്ടുപോകുന്ന ചാലുകളെയാണ് ശരിക്കും നമ്മൾ ഫറോ എന്ന് വിളിക്കുന്നത്. ഈ ചാലുകളെല്ലാം ഫറോയാണ്. വീതി കുറഞ്ഞ ചാലുകളാണ്, വെള്ളം കൊണ്ടുപോകുന്ന വീതി കുറഞ്ഞ ചാലുകളാണ് ഫറോ.
ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഫറോ മെത്തേഡിൽ നമുക്ക് ഏതെങ്കിലും ചെടിക്ക് ഫറോ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ വരി വരിയായിട്ട് നടാൻ പറ്റുന്ന ചെടികൾക്കാണ് നമ്മൾ ഫറോ ചെയ്യുക. റോ ക്രോപ്സ്, ടൊമാറ്റോ, പൊട്ടറ്റോ, മെയ്സ്, ഷുഗർ കെയിൻ, ടൊബാക്കോ, ഇതെല്ലാം ആൻസേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കണ്ടു ഫറോ മെത്തേഡാണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Question number 6. The total depth of water required by a crop during the entire period the crop is in the field. ആൻസേഴ്സ് ഇപ്പൊ തന്നെ ചാറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥിരം ചോദ്യമാണ്. ഒരു ചെടി പൂർണ്ണമായിട്ട് വളരാൻ എത്ര ഡെപ്ത് വെള്ളം വേണം? അതിനെ ഡെൽറ്റ എന്നാണ് പറയുക. മറക്കാതിരിക്കാം. ഒരു ചെടി പൂർണ്ണമായിട്ട് വളർന്ന് ഹാർവെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് എത്താൻ ടോട്ടൽ എത്ര ഡെപ്ത് ഓഫ് വാട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കാം, അതിനെ ഡെൽറ്റ എന്നാണ് വിളിക്കുക. ആൻസർ ബി. അപ്പൊ നമുക്ക് ഡെൽറ്റയുടെ മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ദ കംപ്ലീറ്റ് ഗ്രോത്ത് ഓഫ് എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ ബേസ് പീരീഡ്, അതാണ് ഡെൽറ്റ. അതിന്റെ യൂണിറ്റ് ഞാനിവിടെ പറയുന്നുണ്ട്. മീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, എന്ത് യൂണിറ്റിൽ വേണമെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അത് കൂടാതെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുകയാണ്, വോളിയം ഓഫ് വാട്ടർ അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ഈസ് അപ്ലൈഡ്. എന്ന് ചോദിച്ചാലും ആൻസർ എന്താണ്? ഡെൽറ്റയാണ്. കാരണം വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? അവിടെ പ്രൊവൈഡ് ചെയ്ത ഡെപ്ത് ആണ് കിട്ടുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ചോദിക്കും. ടോട്ടൽ എത്ര വെള്ളം കൊടുത്താൽ ചെടി കംപ്ലീറ്റ് ആയിട്ട് വളരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റയാണ്. അതല്ലാതെ വോളിയം, റേഷ്യോ ഓഫ് വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ഏരിയ ഓൺ വിച്ച് ഇറ്റ് ഇസ് അപ്ലൈഡ് എന്ന് ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ് എഴുതേണ്ടത്? ഡെൽറ്റയാണ് എഴുതേണ്ടത്. അതുകൊണ്ട് അത് മറക്കാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇത് 2019 ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. എല്ലാവർക്കും ആൻസർ അറിയായിരിക്കും. ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്തേ. ഓക്കെ, എന്താണ് ആൻസർ വരുന്നത്? ഡ്യൂട്ടി. ഒരുപാട് പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഓപ്ഷൻ ബി, ഡ്യൂട്ടി. ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വാട്ടർ. അപ്പൊ എന്താണ് ഡ്യൂട്ടി? അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം നമുക്ക് നോക്കാം. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിറ്റ് വെച്ച് പഠിക്കുന്നതാണ് എപ്പോഴും എളുപ്പം. യൂണിറ്റ് എന്ന് പറയുന്നത് ഹെക്ടേഴ്സ് പെർ ക്യൂമിക്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ഹെക്ടർ എത്രയാണെന്ന് അറിയണം, ഒരു ക്യൂമിക് എന്താണെന്ന് അറിയണം. ഒരു ഹെക്ടർ എന്ന് പറയുന്നത് 10⁴ മീറ്റർ സ്ക്വയർ ആണ്. ഒരു ക്യൂമെക് എന്ന് പറയുന്നത് 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഡ്യൂട്ടി ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. കാരണം ഹെക്ടർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് ആണ്, ക്യൂമെക് എന്ന് പറയുന്നത് ഡിസ്ചാർജിന്റെ യൂണിറ്റുമാണ്. അപ്പൊ ഡ്യൂട്ടി ഇസ് ഈക്വൽ ടു ഏരിയ ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു ക്യൂമെക്ക് വെള്ളം ഉപയോഗിച്ച് എത്ര ഏരിയ ഇൻ ഹെക്ടർ ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെയാണ് ഡ്യൂട്ടി എന്ന് പറയാം. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു ക്യൂമെക്ക് വെള്ളം യൂസ് ചെയ്ത് എത്ര ഏരിയയിൽ നിങ്ങൾക്ക് വെള്ളം എത്തിക്കാം, അല്ലെങ്കിൽ എത്ര ഏരിയ നനയ്ക്കാൻ സാധിക്കും, അതിനെയാണ് ഡ്യൂട്ടി എന്ന് പറയാം. അപ്പൊ ഹെക്ടർ പെർ ക്യൂമെക്. അപ്പൊ ഡ്യൂട്ടി കൂടിയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത്? ഏറ്റവും മിനിമം വാട്ടർ ഉപയോഗിച്ച് മാക്സിമം ഏരിയ ഇറിഗേറ്റ് ചെയ്യണം, എങ്കിലേ ഡ്യൂട്ടി കൂടിയിരിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് അറിയാം, ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ട്, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉണ്ട്, ഫറോ ഉണ്ട്. ഇതിൽ ആർക്കാണ് ഹയസ്റ്റ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഡ്രിപ്പിനും സ്പ്രിംഗ്ലറിനുമാണ് ഹയസ്റ്റ് ഡ്യൂട്ടി വരുന്നത്. കാരണം അവിടെ വളരെ കുറച്ച് വെള്ളം ഉപയോഗിച്ച് മാക്സിമം ഏരിയ നനയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കി വെക്കേണ്ടത്. ഏരിയ ഡിസ്ചാർജ് ക്യൂമെക്സിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓവർസിയർ പരീക്ഷകൾക്കും മറ്റ് പല പരീക്ഷകൾക്കും യൂണിറ്റ് ചോദിക്കാറുണ്ട്. ഡ്യൂട്ടിയുടെ യൂണിറ്റ് മറക്കരുത്, ഹെക്ടേഴ്സ് പെർ ക്യൂമെക് ആണ്.
ഒരു ക്യുമെക് ഉപയോഗിച്ച് എത്ര ഏരിയ ഇൻ ഹെക്ടർ ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കൊരു ഇക്വേഷൻ കൂടെ കിട്ടിയിട്ടുണ്ട്. ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ഡിസ്ചാർജ്. മുന്നേ നമ്മൾ ഡെൽറ്റ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ആയിട്ട് എടുക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടിക്ക് നമുക്ക് എന്ത് പറയാം? ഏരിയ ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഇറിഗേറ്റഡ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അപ്ലൈഡ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്ത് തന്നെയാണ്? ഡ്യൂട്ടി. അപ്പൊ ഈ ഡ്യൂട്ടിയെ നമ്മൾ ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിന് എത്ര ഏരിയ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ഇറിഗേഷൻ കപ്പാസിറ്റി എത്രയാണ്, അത് തന്നെയാണ് ഡ്യൂട്ടി എന്ന് പറയും. പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇപ്പൊ ഡ്യൂട്ടിയെ കുറിച്ച് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. യൂണിറ്റ് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് ഡ്യൂട്ടിയുടെ, അത് മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂട്ടിയുടെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2024 ചോദ്യമാണ്. ഡ്യൂട്ടി ഓഫ് കനാൽ വാട്ടർ ഇസ് എക്സ്പ്രസ്ഡ്. എന്താണ് ആൻസർ വരിക? ചാറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് റിപ്ലൈ ചെയ്തേ. യെസ്, ഹെക്ടേഴ്സ് പെർ ക്യുമെക്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഏരിയ ഡിവൈഡഡ് ബൈ ഡിസ്ചാർജ്. ഇപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നേയും പല പരീക്ഷയ്ക്കും ഡ്യൂട്ടിയുടെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോബ്ലം ആണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം, എന്നിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം. The base period of a crop is 120 days. When its duty is 864 hectares per cubic on the field, its delta is. അപ്പോൾ നമുക്ക് ബേസ് പീരീഡ് തന്നിട്ടുണ്ട് 120 ദിവസം, ഡ്യൂട്ടി 864 ഹെക്ടേഴ്സ് പെർ ക്യുമെക്. കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ സാധാരണ എല്ലാവരും പഠിച്ചിട്ട് പോകുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. 2 ഇക്വേഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 8.64 B/D. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ്സ് ആണ്. ഈ ഇക്വേഷനിൽ ഡെൽറ്റ മീറ്ററിലാണ്, ബേസ് പീരീഡ് ഡേയ്സിലാണ്, ഡ്യൂട്ടി ഹെക്ടേഴ്സ് പെർ ക്യുമെക്കിലാണ്. ഡ്യൂട്ടിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏരിയ ഡിവൈഡ് ബൈ ഡിസ്ചാർജ് ഹെക്ടേഴ്സ് പെർ ക്യുമെക്. ഇതേ ഇക്വേഷൻ നമ്മളൊന്ന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും, 864 B/D. ഇവിടെ ഡെൽറ്റ സെന്റിമീറ്ററിലാണ്, ബേസ് പീരീഡ് ഡേയ്സിൽ തന്നെ, ഡ്യൂട്ടി ഹെക്ടേഴ്സ് പെർ ക്യുമെക്. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കോൺഫിഡൻസിനും നമുക്ക് വലിയ സമയം കളയാതിരിക്കാനും ഒക്കെ നല്ലതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ തന്നെയാണ്. കാരണം ഡെസിമൽ പ്ലേസ് വരുമ്പോൾ നിങ്ങൾ കുറേ കൂടിയൊക്കെ ഒന്ന് കോൺഷ്യസ് ആവും, എല്ലാം കറക്റ്റ് ആണോ എന്ന് സംശയമൊക്കെ തോന്നും. പക്ഷെ ഈ ഒരു ഇക്വേഷൻ ആണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കും. ഇപ്പം ഡെൽറ്റ സെന്റിമീറ്ററിലാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെങ്കിൽ 864 B/D. ഡെൽറ്റ മീറ്ററിലാണ് കിട്ടേണ്ടതെങ്കിൽ 8.64 B/D. അപ്പോൾ ഇത് ഡ്യൂട്ടിയും ഡെൽറ്റ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാവുന്നതാണ്. ഇപ്പം നമ്മൾ ഡ്യൂട്ടിയാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിലോ ഇക്വേഷൻ എന്ത് വരും? 8.64 B/Δ എന്ന് വരും. ആ ഒരു വ്യത്യാസമുള്ളൂ. അപ്പം നമുക്ക് പ്രോബ്ലം ഒന്ന് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ബേസ് പീരീഡ് 120 ദിവസമാണ്, ഡ്യൂട്ടി 864 ഹെക്ടേഴ്സ് പെർ ക്യുമെക് ആണ്, ഡെൽറ്റ എന്താണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 864 B/D. ബേസ് പീരീഡ് 120 ദിവസമാണ്, ഡ്യൂട്ടി 864 ഹെക്ടേഴ്സ് പെർ ക്യുമെക്കുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ 864 ക്യാൻസൽ ആയിപ്പോൾ ആൻസർ വരുന്നത് 120 സെന്റിമീറ്റർ. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഈ ഒരു ഇക്വേഷൻ ഇടുന്നതാണ് കുറച്ചുകൂടി നമുക്ക് ഫാസ്റ്റ് ആവുന്നതും കുറച്ചുകൂടി നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോഴായിരിക്കും. അപ്പോൾ നമുക്ക് 120 സെന്റിമീറ്റർ കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് 120 സെന്റിമീറ്റർ. അപ്പോൾ ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തു പോലും നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഡ്യൂട്ടി 864 വരും എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മുകളിലും നമുക്ക് 864 ആണ്, ക്യാൻസൽ ആയി പോകും, പിന്നെ ബാക്കിയുള്ളത് 120 ആണ്. അപ്പം 120 സെന്റിമീറ്റർ എന്ന് കിട്ടും.
ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതും ഒരു പ്രോബ്ലം തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോബ്ലമാണ്. നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രോബ്ലമാണ്. നോക്കാം. ദ ക്രോപ്പ് പീരീഡ് ഓഫ് എ ക്രോപ്പ് ഇസ് 120 days. നമ്മൾ ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും രണ്ടാണ്. ഇപ്പൊ ബേസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ചെടിക്ക് കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ് വരെയുള്ള സമയമാണ്. അതേസമയം ക്രോപ്പ് പീരീഡ് എന്ന് പറയുമ്പോൾ വിത്ത് പാകുന്നിടം തൊട്ട് കൊയ്ത് മാറ്റുന്നിടം വരെയുള്ള സമയമാണ് ക്രോപ്പ് പീരീഡ്. അപ്പൊ തീർച്ചയായിട്ടും ക്രോപ്പ് പീരീഡ് കൂടുതലായിരിക്കും, ബേസ് പീരീഡ് കുറവായിരിക്കും. കാരണം ബേസ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് വാട്ടറിങ് ആണ്, അതും ഹാർവെസ്റ്റിങ്ങിന് മുന്നേ ആണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഗ്യാപ്പ് കുറവായിരിക്കും. അപ്പൊ പ്രോബ്ലം വരുന്ന സമയത്ത് ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാലും നിങ്ങൾ അത് ബേസ് പീരീഡ് ആയിട്ട് തന്നെ കണക്കാക്കിയാൽ മതി. കാരണം അങ്ങനെ മാറ്റി മാറ്റി പ്രോബ്ലംസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ബേസ് പീരീഡ് ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. പക്ഷെ ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാലും അതെന്തായിട്ട് കണക്കാക്കണം? ബേസ് പീരീഡ് എന്ന് കണക്കാക്കി ചെയ്താൽ മതി. ശരി, അപ്പോൾ ക്രോപ്പ് പീരീഡ് 120 ദിവസമാണ്. ഇറ്റ് റിക്വയർസ് 10 centimeter ഡെപ്ത് ഓഫ് വാട്ടർ എവറി 10 days. അതിന്റെ ഡെൽറ്റ എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഈ ഡെൽറ്റ എന്താണ് എന്ന് നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കണം. ഒരു ചെടി പൂർണ്ണമായിട്ട് വളർന്നു വരാൻ ടോട്ടൽ എത്ര ഡെപ്ത് വെള്ളം കൊടുക്കണം, അതാണ് ഡെൽറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡെൽറ്റ എങ്ങനെ ഇതിൽ നിന്ന് കണ്ടുപിടിക്കും? എളുപ്പമാണ്. 120 ദിവസമാണ് നമ്മൾ ബേസ് പീരീഡ് പറയുന്നത്, അല്ലെങ്കിൽ ക്രോപ്പ് പീരീഡ് പറയുന്നത്. അതില് ഓരോ 10 ദിവസവും 10 സെന്റിമീറ്റർ വെച്ച് വെള്ളം കൊടുക്കണമെന്ന് പറയും. അപ്പോൾ 120 ദിവസത്തിൽ ഓരോ 10 ദിവസം വെള്ളം കൊടുക്കണമെങ്കിൽ എത്ര ദിവസം കൊടുക്കാൻ പറ്റും നമുക്ക്? നമ്പർ ഓഫ് വാട്ടറിങ്സ് എത്രയായിരിക്കും? 120/10 ഈക്വൽ ടു 12 പ്രാവശ്യമാണ് നമുക്ക് വെള്ളം കൊടുക്കാനായിട്ട് പറ്റുക. ആ ഓരോ പ്രാവശ്യം വെള്ളം കൊടുക്കുമ്പോഴും എത്ര എത്തിച്ചിരിക്കണം? 10 സെന്റിമീറ്റർ വെള്ളം നമ്മൾ അവിടെ എത്തിക്കണം. അപ്പൊ ഡെൽറ്റ എത്രയായി? 12 പ്രാവശ്യമേ വെള്ളം കൊടുക്കുന്നുള്ളൂ. ഓരോ പ്രാവശ്യവും 10 സെന്റിമീറ്റർ വെച്ച് എത്തിക്കുകയും വേണം. അപ്പോൾ 12 × 10 സെന്റിമീറ്റർ വിച്ച് ഇസ് ഈക്വൽ ടു 120 സെന്റിമീറ്റർ. അപ്പൊ ആൻസർ ഇസ് ഓപ്ഷൻ എ, 120. കോൺസെപ്റ്റ് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഡെൽറ്റ എന്താണെന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിക്കേണ്ട ചോദ്യമാണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഒരു ചെടി പൂർണ്ണമായിട്ട് വളർന്ന് ഹാർവെസ്റ്റിംഗ് സ്റ്റേജിൽ എത്താൻ ടോട്ടൽ എത്ര ഡെപ്ത് വെള്ളം കൊടുക്കണം. ഇവിടെ ആകെ 120 ദിവസമാണ് നമുക്ക് ക്രോപ്പ് പീരീഡ് ഉള്ളത്. അതിൽ ഓരോ 10 ദിവസവും വെള്ളം കൊടുക്കണമെന്നും പറയും. അപ്പൊ 12 പ്രാവശ്യമേ വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ. 12 പ്രാവശ്യം കൊടുക്കുമ്പോഴും ഓരോ പ്രാവശ്യവും 10 സെന്റിമീറ്റർ അവിടെ എത്തിക്കുകയും വേണം. അപ്പൊ 12 × 10 120 സെന്റിമീറ്റർ. ഇത്രയും വെള്ളമാണ് നമ്മൾ ഈ ചെടിക്ക് ഈ ഒരു ടൈം പീരീഡിൽ കൊടുക്കുക. ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ക്രോപ്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റാബി ക്രോപ്പ് എന്നാണ്. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ പല സീസൺസ് ഉണ്ട്, പല സീസണിൽ കൃഷി ചെയ്യുന്ന ക്രോപ്സും ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട ചില ക്രോപ്സ് എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഏതൊക്കെയാന്ന് നോക്കാം. ആദ്യമായിട്ട് റാബി ക്രോപ്പ്. അപ്പൊ ഇതിന്റെ വേറൊരു പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ റാബി ക്രോപ്സിനെ വിന്റർ ക്രോപ്സ് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ആ സമയത്താണ് ഇത് കൃഷി ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതോ കൃഷി ഇറക്കുന്നതോ ആയിട്ടുള്ള സമയമാണ്. വിത്ത് പാകുന്നതും കൊയ്യുന്നതും എല്ലാം ഈ ഒരു സീസണിലാണ്. ഇപ്പൊ റാബി ക്രോപ്സിനെ വിന്റർ ക്രോപ്സ് എന്നും പറയാറുണ്ട്. ഇത് വിത്ത് പാകുന്നത് ഓട്ടം സീസണിലാണ്. ഇപ്പൊ ഇന്ത്യയിൽ ആവറേജ് ആയിട്ട് ഓട്ടം സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ ടു നവംബറാണ്. കൊയ്ത് മാറ്റുന്നത് സ്പ്രിങ്ങിലാണ്, ഫെബ്രുവരി ടു മാർച്ച്. സ്പ്രിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പൂക്കളൊക്കെ നന്നായിട്ട് പൂത്ത് വരുന്ന ആ ഒരു സമയമാണ് നമ്മൾ സ്പ്രിങ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ വിത്ത് പാകുന്നത് ഓട്ടം സീസണിൽ, കൊയ്ത് മാറ്റുന്നത് സ്പ്രിങ്ങിലാണ്. എക്സാക്റ്റ് ആയിട്ട് നമ്മളോട് ഒരു ഡേറ്റ് ചോദിച്ചാൽ നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് ആയിട്ട് ഒരു ഡേറ്റ് പറയുന്നുണ്ട്. 1 ഒക്ടോബർ ടു 31 മാർച്ച്. അപ്പോൾ നിങ്ങളിത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ ഡേറ്റ് എന്തായാലും പഠിച്ചിരിക്കണം. 1 ഒക്ടോബർ ടു 31 മാർച്ച്. ഇനി നമ്മൾ ഇന്ത്യയിൽ സാധാരണയായി കാണുന്ന റാബി ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും വരുന്നത് വീറ്റാണ്. നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന റാബി ക്രോപ്പ് വീറ്റാണ്. വീറ്റ്, പൊട്ടറ്റോ, ടൊമാറ്റോ, മസ്റ്റാർഡ്, ഗ്രാം, ഓട്സ്, ബാർലി, സൺഫ്ലവർ, ക്യാബേജ്, കോളിഫ്ലവർ, ഒണിയൻ എക്സെട്ര. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് റാബി ക്രോപ്സിനുണ്ട്. ഈ പോയിന്റ്സ് എല്ലാം തന്നെ ഓർത്തിരിക്കുക.
വേറൊരു പേര് വിന്റർ ക്രോപ്സ് ആണ്. എപ്പോൾ വിത്ത് പാകും, എപ്പോൾ കൊയ്ത് മാറ്റും, ഇതെല്ലാം ഓർക്കുക. ഡേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എക്സാമ്പിൾസും ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്രോപ്സും കൂടെ ഒന്ന് നോക്കാം. അടുത്തതായിട്ട് വരുന്നത് ഖാരിഫ് ക്രോപ്സ് ആണ്. ഇതിൻ്റെ മറ്റൊരു പേര് മൺസൂൺ ക്രോപ്പ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വിളിക്കുന്നത്? കാരണം ആ സീസണിലായിരിക്കും നമ്മളത് കൃഷി ചെയ്യുക. ഇപ്പം ഇന്ത്യയിൽ നമ്മൾ ഈ ഖാരിഫ് ക്രോപ്സിൻ്റെ വിത്ത് പാകുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ സമയം, അതായത് നമ്മൾ ആവറേജ് ആയിട്ട് ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൂലൈ ടു സെപ്റ്റംബർ സമയത്തേക്കാണ് നമുക്ക് മൺസൂൺ വരുന്നത്. ഇപ്പോൾ കേരളത്തിൽ ജൂണിലേക്ക് തുടങ്ങാറുണ്ട്, എന്നാൽ ആവറേജ് ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ ജൂലൈ ടു സെപ്റ്റംബർ ആണ്. കൊയ്ത് മാറ്റുന്നത് ഓട്ടം സീസൺ, സെപ്റ്റംബർ ടു നവംബർ ആണ്. ഏകദേശം ഡേറ്റ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേരള PSCയുടെ. കറക്റ്റ് ഡേറ്റ് ചോദിച്ചാൽ 1 ഏപ്രിൽ ടു 30 സെപ്റ്റംബർ ആണ്. ഇതിനകത്ത് വരുന്ന മേജർ ക്രോപ്സ് റൈസ്, ഗ്രൗണ്ട് നട്ട്, കോട്ടൺ, സോയാബീൻ, മെയ്സ്, ജോവർ, ബജ്ര, റാഗി, ടർമറിക് എക്സെട്ര. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയ്സ്, ജോവർ, ബജ്ര, റാഗി എന്നൊക്കെ പറയുന്ന മില്ലറ്റുകളാണ്, മില്ലറ്റ് ഫാമിലിയിൽ പെട്ട ആൾക്കാരാണ്. അപ്പൊ അതെല്ലാം തന്നെ ഖാരിഫാണ്. പ്രധാനപ്പെട്ട ഖാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് ആണ്. അതുകൂടാതെ ഗ്രൗണ്ട് നട്ട്, കോട്ടൺ, സോയാബീൻ ഒക്കെ ഉണ്ട്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ സമ്മർ സീസണിൽ നമ്മൾ വളർത്തിയെടുക്കുന്ന ക്രോപ്സ് ആണ് സെയ്ദ് ക്രോപ്സ് എന്ന് പറയും. ഇതിനെ ഹോട്ട് വെതർ ക്രോപ്സ് എന്നും നമ്മൾ പറയാറുണ്ട്. ആ ഒരു പേരും കൂടി ഓർത്തിരിക്കുക, ഹോട്ട് വെതർ ക്രോപ്സ്. ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ റാബിയുടെയും ഖാരിഫിന്റെയും ഗ്യാപ്പിലാണ്, ആ ഒരു ഇന്റർവെല്ലിലാണ് നമ്മളിത് കൃഷി ചെയ്യുക. ആ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഏകദേശം മാർച്ച് തൊട്ട് ജൂൺ വരെയുള്ള സമയമാണ് വരുന്നത്. പംകിൻ, കുക്കുംബർ, വാട്ടർമെലൺ, നമ്മൾ ചൂട് സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഒക്കെയാണ് കുക്കുംബർ, വാട്ടർമെലൺ. ഇതൊക്കെയാണ് സെയ്ദ് ക്രോപ്സിനകത്ത് വരിക. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സീസൺ ആയിട്ട് ഇന്ത്യയിൽ ഉള്ളത്. ഇനി നാലാമത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പെരിനിയൽ ക്രോപ്പ്. ഇത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു വർഷം കൊണ്ട് മാത്രം ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്രോപ്സ് ആണ് പെരിനിയൽ ക്രോപ്സ് എന്ന് പറയും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിൻ കൂടാതെ ചില ഫ്രൂട്ട്സും ചില വെജിറ്റബിൾസും, എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ല, ചില ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതേപോലെ നമുക്ക് ഒരു വർഷം കൊണ്ട് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ഷുഗർ കെയിൻ ശ്രദ്ധിച്ചോണം, അതൊരു പെരിനിയൽ ക്രോപ്പാണ്. നമ്മൾ ഈ പറഞ്ഞ 4 ക്രോപ്സിനെ 2 കാറ്റഗറിയാക്കി നമുക്ക് മാറ്റാൻ പറ്റും, ഡ്രൈ ക്രോപ്സും വെറ്റ് ക്രോപ്സും. ഇറിഗേഷൻ ആവശ്യമില്ലാത്ത ക്രോപ്സിനെയാണ് ഡ്രൈ ക്രോപ്സ് എന്ന് പറയും. ഞാനിവിടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്, ക്രോപ്സ് വിച്ച് ക്യാൻ ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ. നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിലും വളർന്നു വരും. ഇപ്പൊ അത് ഓട്സ്, ബാർലി, അതെല്ലാം എക്സാമ്പിൾസ് ആണ്. അതിന് അങ്ങനെ ഒരുപാട് വെള്ളം വേണം എന്നില്ല. അപ്പൊ നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിലും അത് വളർന്നോളൂ. ഇറിഗേഷൻ കൊടുത്തില്ലെങ്കിലും നാച്ചുറൽ ആയിട്ട് ഈർപ്പം, മണ്ണിലുള്ള ഈർപ്പം വലിച്ചെടുത്ത് വളരുന്നതാണ്. ഇറിഗേഷൻ കൂടിയേ തീരൂ എന്ന് നിർബന്ധമുള്ള ക്രോപ്സ് ആണ് വെറ്റ് ക്രോപ്സ് എന്ന് പറയും. അപ്പൊ അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വ്യത്യാസമുള്ളൂ. ക്രോപ്സ് വിച്ച് ക്യാൻ ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആണ്. ഇതേ കനോട്ട് ആയി കഴിഞ്ഞാൽ ക്രോപ്സ് വിച്ച് കനോട്ട് ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ക്രോപ്സ് ആണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റാബി ക്രോപ്പ് എന്നാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടറ്റോ, വീറ്റ്, ഇതെല്ലാം റാബി ക്രോപ്പ് തന്നെയാണ്. ഷുഗർ കെയിൻ നമുക്കറിയാം, അത് പെരിനിയൽ ക്രോപ്പുമാണ്. അപ്പൊ ഒട്ടും റാബി അല്ലാത്തത് ആരാണ്? ഖാരിഫ് ആയിട്ടുള്ളത് ഗ്രൗണ്ട് നട്ടാണ്. അപ്പൊ ഓപ്ഷൻ പി ആണ്. ഷുഗർ കെയിനും റാബി അല്ല, അത് കറക്റ്റ് ആണ്. പക്ഷെ ഷുഗർ കെയിൻ എന്ന് പറയുന്ന ഒരു സീസണൽ ക്രോപ്പേ അല്ല, അത് പെരിനിയലാണ്. ഇപ്പൊ സീസൺ വൈസ് നോക്കുമ്പോൾ പൊട്ടറ്റോയും വീറ്റും ഏതാണ്? റാബിയാണ്. റാബി അല്ലാത്തതായിട്ട് വേറൊരു സീസണിൽ കിടക്കുന്ന ഗ്രൗണ്ട് നട്ട് മാത്രമാണ് ഉള്ളത്. അതായത് ഖാരിഫ് ക്രോപ്പാണ് ഗ്രൗണ്ട് നട്ട് വരെ. ഷുഗർ കെയിന് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാൻ തോന്നും, പക്ഷെ അതൊരു വർഷം ഫുൾ എടുക്കുന്നതാണ്. ഒരു 365 അല്ലെങ്കിൽ 360 ദിവസം എടുത്തിട്ടാണ് അത് ഹാർവെസ്റ്റ് ചെയ്യുക. പക്ഷെ സീസൺ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്ത വരിക ഗ്രൗണ്ട് നട്ടാണ്, കാരണം അതൊരു ഖാരിഫ് ക്രോപ്പാണ്. ഓക്കെ, വീണ്ടും നമുക്കൊരു ക്രോപ്സിന്റെ ചോദ്യം തന്നെയാണ്. ഇനി ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാവരും ചാറ്റ് ബോക്സിൽ ആൻസർ തരണം.
The season in which the crops are sown by the beginning of southwest monsoon and they are harvested in autumn. എന്താണ് ആൻസർ വരെ? നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. മഴക്കാലത്ത് വിത്ത് പാകുകയും ഓട്ടം സീസണിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന ക്രോപ്പ് ഏതാണ്? ചാറ്റ് ബോക്സിൽ ആൻസർ പറയൂ. യെസ്, ദ ആൻസർ ഇസ് ഖാരിഫ് ക്രോപ്പ്. ഇത് 2023 ചോദ്യമാണ്. കറക്റ്റ് ആയിട്ട് അവർ സീസൺ പറയുന്നുണ്ട്. മൺസൂൺ സീസണിൽ വിത്ത് പാകുന്നു, ഓട്ടം സീസൺ ആവുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ ഇത് വീണ്ടും നമ്മുടെ ക്രോപ്സിൽ നിന്ന് തന്നെയാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 2012 ജൂനിയർ ഇൻസ്ട്രക്ടറിന് ചോദിച്ചതാണ്. ദ ക്രോപ്സ് വിച്ച് ആർ സോൺ ഇൻ ഓട്ടം. ഓട്ടം സീസണിൽ വിത്ത് പാകുന്ന ഏതാണെന്നാണ്. ഏതാണ് ഓട്ടം സീസണിൽ വിത്ത് പാകുന്നതായിട്ട് നമ്മൾ കണ്ടത്? റാബി ക്രോപ്പാണ് അല്ലെ. ഓട്ടം സീസണിൽ വിത്ത് പാകുന്നു, സ്പ്രിംഗ് സീസണിൽ നമ്മൾ അത് കൊയ്ത് മാറ്റുന്നു. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് റാബി ക്രോപ്സ്. ഇതിന്റെ മറ്റൊരു പേരെന്താണ്? വിന്റർ ക്രോപ്സ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഓക്കെ, ഇപ്പൊ സോൺ ഇൻ ഓട്ടം ആയതുകൊണ്ട് റാബി. ഖാരിഫ് ആയിരുന്നെങ്കിലോ മൺസൂണിലാണ് വിത്ത് പാകുന്നത്. പെരിനിയലാകുമ്പോൾ 1 വർഷം മൊത്തമായിട്ട് എടുക്കും. വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഡെൽറ്റയിൽ നിന്നാണ് വരുന്നത്. Among the following, which crop has the highest value of delta? ഡെൽറ്റ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഒരു ചെടി പൂർണ്ണമായിട്ട് വളർന്നു വരാൻ ടോട്ടൽ എത്ര ഡെപ്ത് വാട്ടർ വേണം, അതാണ് നമ്മൾ ഡെൽറ്റ ആയിട്ട് പറഞ്ഞത്. അപ്പൊ അത് പല ചെടികൾക്കും പലതാണ്. അതിൽ കുറച്ച് വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ അതേത് വാല്യൂസ് ആണെന്ന് ഞാൻ പറയാം. ഈ 4 ക്രോപ്സിന്റെ ഡെൽറ്റ വാല്യൂ നമ്മൾ എന്തായാലും അറിയാം. റൈസ്, ഷുഗർ കെയിൻ 120 സെന്റിമീറ്റർ ആണ്. ഗോതമ്പ് 40 സെന്റിമീറ്റർ, കോട്ടൺ 50 സെന്റിമീറ്റർ. ഇനി നമ്മൾ ടൊബാക്കോ നോക്കുകയാണെങ്കിൽ 75 സെന്റിമീറ്റർ വരാറുണ്ട്. ഇപ്പൊ ചിലയിടത്തൊക്കെ ഷുഗർ കെയിൻ 90 എന്ന് പറയാറുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത് 120 സെന്റിമീറ്റർ ആണ്. ഈ 4 വാല്യൂസ് എങ്കിലും നമ്മൾ ഓർത്തിരിക്കാം. റൈസ്, ഷുഗർ കെയിൻ 120 സെന്റിമീറ്റർ, വീറ്റ് 40 സെന്റിമീറ്റർ, കോട്ടൺ 50 സെന്റിമീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഹയസ്റ്റ് ഡ്യൂട്ടി വാല്യൂ ആർക്കാണ് വരുന്നത്? റൈസിനും ഷുഗർ കെയിനും ആണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്ത് വരും? ഇവിടെ വീറ്റ് ഉണ്ട്. വീറ്റ് 40 ആണ്, കോട്ടൺ 50 ആണ്, റൈസ് 120 ആണ്. വെജിറ്റബിൾസ് പൊതുവെ മെജോറിറ്റി വെജിറ്റബിൾസ് നമുക്ക് വെള്ളം കുറവ് മതി. ഇപ്പൊ വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെൽറ്റ പറയാനായിട്ട് പറ്റില്ല. ഓരോ വെജിറ്റബിളിനും ഡെൽറ്റ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്നിരുന്നാലും വെജിറ്റബിൾസ് പൊതുവെ വീറ്റിനെയും കമ്പയർ ചെയ്താലും വെള്ളം കുറച്ച് മതിയോ. മിക്കവാറും ഉള്ള വെജിറ്റബിൾസ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? റൈസ് ആണ് വരിക. ഡെൽറ്റ എത്രയാണ്? 120 സെന്റിമീറ്റർ. വീറ്റ് 40 സെന്റിമീറ്റർ, കോട്ടൺ 50 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് ഡെൽറ്റ വാല്യൂ ആർക്കാണെന്നാണ് ചോദ്യം. ആർക്കാണ്? റൈസിനാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെനാലുകളിൽ നിന്നുള്ള ചോദ്യമാണ്. നമ്മളിപ്പോൾ സിലബസ് കണ്ടിരുന്നു, അതിനകത്ത് കെനാൽ ക്ലാസിഫിക്കേഷൻ എടുത്തു പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പൊ അതിൽ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. എല്ലാ പ്രാവശ്യവും നമുക്കിത് ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ കിട്ടുന്ന ചോദ്യം കൂടെയാണ്. അപ്പൊ എന്താണെന്ന് നോക്കാം, അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് മനസ്സിലാക്കാം. The canal aligned at right angles to the contours of a country എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. 2023 ചോദ്യമാണ്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 3 കെനാൽസ് ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ പഠിക്കാനുള്ളത്. അലൈൻമെന്റ് അനുസരിച്ച് 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ, വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് കനാൽ. ഇതാണ് 3 അലൈൻമെന്റ് അനുസരിച്ചിട്ടുള്ള കനാൽ സിസ്റ്റം. 3 എണ്ണത്തിന് 3 ഫീച്ചേഴ്സ് ഉണ്ട്. പലപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അലൈൻമെന്റ് അനുസരിച്ച് 3 എണ്ണം ഉണ്ട്. കോണ്ടൂർ കനാൽ, സൈഡ് സ്ലോപ്പ് കനാൽ, വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് കനാൽ. ഇതിൽ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ഈ കാണുന്നത് ഒരു കോണ്ടൂർ കനാലാണ്. ഈ പടം കാണുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ചില പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഇതൊരു ഹില്ലി റീജിയനിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ശരിയാണല്ലോ, നമുക്ക് മൗണ്ടൻസ് കാണാൻ പറ്റുന്നുണ്ട്, മലനിരകൾ കാണാം. അപ്പോൾ ഒരു ഹില്ലി റീജിയനിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഇതിന്റെ അലൈൻമെന്റ് എങ്ങനെയായിരിക്കും? കോണ്ടൂഴ്സിന് പാരലായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതൊരു മൗണ്ടൻ ആണെങ്കിൽ ഇതിന് പല പല കോണ്ടൂഴ്സ് അവൈലബിൾ ആയിരിക്കും. ആ കോണ്ടൂറിന് പാരലായിട്ട് കൊണ്ടുപോകുന്ന കനാലാണ് കോണ്ടൂർ കനാൽ. ഇതും പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എ കനാൽ അലൈൻഡ് പാരലൽ ടു ദ കോണ്ടൂർസ് ഓഫ് എ റീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? കോണ്ടൂർ കനാൽ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ആദ്യം പറഞ്ഞു ഹില്ലി റീജിയൻ ആണ്, പാരലൽ ടു കോണ്ടൂർസ് ആണ്. എത്ര ബാങ്ക് ഉണ്ട് ഇവിടെ? ഒരു സൈഡിൽ മാത്രമേ നമുക്ക് ബാങ്ക് വരുള്ളൂ, മറ്റേ സൈഡിൽ എന്താണ്? മൗണ്ടനാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ മാത്രമേ വെള്ളം കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇറിഗേറ്റ് ഏരിയാസ് ഓൺ വൺ സൈഡ് ഒള്ളി. ഇനി നാലാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ക്രോസ് ഡ്രെയിനേജ് വർക്ക് വേണോ വേണ്ടയോ? വേണ്ടി വരും. കാരണം ഇതൊരു ഹില്ലി റീജിയൻ ആണ്, ഒരുപാട് റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത് മൗണ്ടൻസിൽ നിന്നാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൊടുക്കേണ്ടി വരും. എന്താണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്? ഒരു റിവറും കനാലും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ പണിയുന്ന ഒരു ബ്രിഡ്ജാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. കനാലിന് മുകളിൽ കൂടെ കൊണ്ടുപോകണമല്ലോ. നമ്മൾ റിവർ അടിയിൽ കൂടെ പോകുന്നു, കനാലിന് പണിതുകൊണ്ട് വരുമ്പോഴാണ് നമ്മൾ അവിടെ ഒരു റിവർ വരുന്നത്. അപ്പോൾ കനാലിന് മുകളിലൂടെ കൊണ്ടുപോകാൻ പണിയുന്ന ബ്രിഡ്ജാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അപ്പോൾ പോയിന്റ്സ് ഞാൻ ഒന്നും കൂടെ പറയാം. ഹില്ലി റീജിയൻ ആണ്, പാരലൽ ടു കോണ്ടൂർസ് ആയിട്ടാണ് നമ്മൾ കനാലിനെ കൊണ്ടുപോവുക. ഒരു സൈഡിൽ മാത്രമേ ബാങ്ക് ഉള്ളൂ, ഒരു സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്രോസ് ഡ്രെയിനേജ് വർക്ക് നോർമലി വേണ്ടി വരും. യൂഷ്വലി നമ്മൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് കൊടുക്കേണ്ട ആവശ്യം വരും. ഇത്രയുമാണ് കോണ്ടൂർ കനാലിന്റെ പോയിന്റ്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈഡ് സ്ലോപ്പ് കനാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ അതേ പോയിന്റ്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. ഇവിടെ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കനാല്? ഇവിടെ നമുക്കൊരു റിവർ കാണാം, ഒരു കനാല് കട്ട് ചെയ്ത് പോകുന്നതും കാണാം. കോണ്ടൂഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കനാല് പോകുന്നത്, റിവറിനോ പാരലായിട്ടാണ് പോവുക. രണ്ട് സൈഡും ബാങ്ക് ഉണ്ട്, അത് ശരിയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, രണ്ട് സൈഡിലും ബാങ്ക്സ് ഉണ്ട്. പക്ഷേ ഒരു സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യുള്ളൂ. കാര്യം എന്താണ്? ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്ന റിവറിന്റെ ബാങ്കാണ്, നദീതീരമാണ്. അപ്പൊ നദീതീരങ്ങളിൽ കൃഷി ചെയ്യാൻ പാടില്ല, കാരണം ബാങ്ക്സ് എല്ലാം ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡും ബാങ്ക് ഉണ്ട്, പക്ഷെ ഒരു സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. പെർപെൻഡിക്കുലർ ടു കോണ്ടൂർസ് ആണ്, പാരലൽ ടു റിവർ ആണ്, രണ്ട് സൈഡിലും ബാങ്ക് ഉണ്ട്, പക്ഷെ ഒരു സൈഡ് മാത്രമേ ഇറിഗേറ്റ് ചെയ്യുള്ളൂ. ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആവശ്യം വരുമോ? ഒരിക്കലും ഇല്ല. കാരണം റിവറിന് പാരലായിട്ടല്ലേ ഇത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അത് ക്രോസ് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഇല്ലാത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? സൈഡ് സ്ലോപ്പ് കനാൽ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. രണ്ടിന്റെ വ്യത്യാസങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് പാരലൽ ടു കോണ്ടൂർസ് ആണ്, സൈഡ് സ്ലോപ്പ് കനാൽ പെർപെൻഡിക്കുലർ ആണ്. രണ്ട് സൈഡും ബാങ്ക് ഉണ്ട്, പക്ഷെ ഒരു സൈഡിൽ മാത്രമേ ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആവശ്യമില്ല. റിവറിന് പാരലായിട്ടാണ് പോകുന്നത്. മൂന്നാമത്തത് വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് കനാൽ. എന്താണ് ഈ വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞാൽ? രണ്ട് ക്യാച്ച്മെന്റിനെ തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഷെഡ്. ഇപ്പൊ നമുക്ക് ഒരു ഉയർന്നു നിൽക്കുന്ന സർഫസ് ഉണ്ടെങ്കിൽ അതിനൊരു വാട്ടർ ഷെഡായിട്ട് കണക്കാക്കും. കാരണം അതിന്റെ ഇപ്പുറത്തോട്ട് ഒരു ക്യാച്ച്മെന്റ് ആയിരിക്കും, ഇപ്പുറത്തോട്ട് വേറൊരു ക്യാച്ച്മെന്റ് ആയിരിക്കും. അപ്പൊ ഈ പടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർ ഷെഡ് ബൗണ്ടറി കാണാം. ഇവിടെ ഒരു വാട്ടർ ഷെഡ് ബൗണ്ടറി ഉണ്ട്. അപ്പൊ ഈ വാട്ടർ ഷെഡിലൂടെയാണ് കനാല് അലൈൻ ചെയ്യുന്നതെങ്കിൽ അതിന് എന്ത് പറയും? വാട്ടർ ഷെഡ് കനാൽ എന്ന് പറയും. നേരത്തെ നമ്മൾ കോണ്ടൂറിന് പാരലായിട്ട് കൊടുത്തപ്പോൾ കോണ്ടൂർ കനാൽ എന്ന് പറഞ്ഞു, കോണ്ടൂറിന് പെർപെൻഡിക്കുലർ ആയിട്ട് കൊടുത്തപ്പോൾ സൈഡ് സ്ലോപ്പ് കനാൽ എന്ന് പറഞ്ഞു. അതിന് പകരം കോണ്ടൂർസിന് അല്ലെങ്കിൽ കനാൽസിന് വാട്ടർ ഷെഡിലൂടെയാണ് അലൈൻ ചെയ്യുന്നത്. ആ ഉയർന്നു നിൽക്കുന്ന സർഫസിലൂടെയാണ് നമ്മൾ അലൈൻ ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ടർ ഷെഡ് കനാൽ എന്ന് പറയും. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് സൈഡും ബാങ്ക് ഉണ്ട്, രണ്ട് സൈഡും വെള്ളം കൊടുക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ രണ്ട് സൈഡും വെള്ളം കൊടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ രണ്ട് സൈഡും ബാങ്ക് ഉണ്ട്, രണ്ട് സൈഡും ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും. നോർമലി ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആവശ്യം വരാറുണ്ട്. ചില സമയങ്ങളിൽ ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. പക്ഷെ യൂഷ്വലി ക്രോസ് ഡ്രെയിനേജ് വർക്ക് വരാത്ത രീതിയിലാണ് നമ്മൾ പണിയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പോയിന്റ്സ് വരുന്നത്. എലോങ് ദ വാട്ടർ ഷെഡ് ആണ്, രണ്ട് സൈഡും ബാങ്ക് ഉണ്ട്, രണ്ട് സൈഡും ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും. നോർമലി ക്രോസ് ഡ്രെയിനേജ് വർക്കിന്റെ ആവശ്യം വരാറില്ല.
ഈ 3 കണ്ടതിൽ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും ഏതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വാട്ടർഷെഡ് കനാലാണ് ഏറ്റവും പ്രിഫർ ചെയ്യപ്പെടുന്നത്. കാരണം എക്കണോമിക്കലാണ്, നമുക്ക് മാക്സിമം സ്ഥലത്ത് വെള്ളം എത്തിക്കാൻ സാധിക്കും, 2 സൈഡ് ഇറിഗേറ്റ് ചെയ്യാമല്ലോ. അപ്പൊ ഏറ്റവും നല്ലതും നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതും ആരെയാണ്? വാട്ടർഷെഡ് ഓർ റിഡ്ജ് കനാൽ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ കനാൽ അലൈൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ കോണ്ടൂർസ് ഓഫ് എ കൺട്രി ഇസ് നോൺ ആസ്. എന്താണ് ആൻസർ എന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതാണ് ആൻസർ വരുന്നത്? സൈഡ് സ്ലോപ്പ് കനാൽ ആണ്. പെർപെൻഡിക്കുലർ ടു കോണ്ടൂർസ് എന്ന് പറയുന്നുണ്ട്. കനാൽ അലൈൻഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ കോണ്ടൂർസ്. സോ ആൻസർ ഇസ് സൈഡ് സ്ലോപ്പ് കനാൽ. അപ്പൊ അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ സൈഡ് സ്ലോപ്പ്, പാരലൽ ആണെങ്കിൽ കോണ്ടൂർ കനാൽ. അപ്പൊ ഇതിൽ തന്നെ വരുന്ന വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇറിഗേഷൻ കനാൽസ് ആർ ജനറലി അലൈൻഡ് അലോങ്. 2019 ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ക്വസ്റ്റൻ ആണ്. ഇറിഗേഷൻ കനാല് ജനറലി എവിടെ കൂടെയാണ് നമ്മൾ അലൈൻ ചെയ്യുന്നതെന്നാണ്. ഏതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? വാട്ടർഷെഡ് ഓർ റിഡ്ജ് കനാൽ. ഓപ്ഷൻ ബി. കാരണം 2 സൈഡും നമുക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കും, അതാണല്ലോ നമുക്ക് വേണ്ടത്. മാക്സിമം സ്ഥലത്ത് വെള്ളം എത്തിക്കാം. അപ്പൊ ഇറിഗേഷൻ കനാൽസ് ആർ ജനറലി അലൈൻഡ് അലോങ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആൻസർ എന്താണ്? വാട്ടർഷെഡ് അല്ലെങ്കിൽ റിഡ്ജ്. റിഡ്ജ് എന്ന വാക്കിന് വേറെ മീനിങ് ഒന്നും ഇല്ല, ഉയർന്നു നിൽക്കുന്ന സർഫസ് എന്നേ ഉള്ളൂ. ഹൈ ഗ്രൗണ്ട് എന്നാണ് റിഡ്ജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഷേപ്പ് ഓഫ് എ ലൈൻഡ് കനാൽ ആസ് പെർ ISIS. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു ലൈൻഡ് കനാലിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യം. നമുക്ക് അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ട്രപ്പിസോയിഡലാണ്. സോ മറക്കാതിരിക്കുക, ISI പ്രൊവിഷൻസ് അനുസരിച്ച് ലൈൻഡ് കനാൽ, ലൈൻ ചെയ്യുന്ന കനാൽ എന്ന് പറയുമ്പോൾ 3 സൈഡും ബെഡും 2 സൈഡും, കനാലിന്റെ ബെഡും 2 സൈഡും നമ്മൾ കോൺക്രീറ്റ് കൊണ്ടോ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ലൈൻ ചെയ്ത് കൊടുക്കും. അതിന് ട്രപ്പിസോയിഡൽ ഷേപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും വളരെയധികം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്നതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് 2024 ഇതേ ചോദ്യം കിട്ടിയിട്ടുണ്ട്. ദ ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ ദ ടോപ്പ് ഓഫ് എ ബാങ്ക് ആൻഡ് സപ്ലൈ ലെവൽ ഇൻ ദ കനാൽ ഇസ്. കനാലിന്റെ ബാങ്കിന്റെ ടോപ്പ് അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ബാങ്ക് തൊട്ട് അവിടുത്തെ മാക്സിമം വാട്ടർ ലെവൽ വരെ നമ്മൾ ഇടുന്ന ഗ്യാപ്പിനെ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. ആ ഗ്യാപ്പിനെ നമ്മൾ എന്താണ് വിളിക്കുക, പറയാമോ? എന്താണ് അതിന്റെ പേര്? ഫ്രീ ബോർഡ് എന്നാണ് നമ്മൾ അതിനെ പറയാം. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ആ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഡാമിലും നമ്മൾ ഈ ഫ്രീ ബോർഡ് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രിഡ്ജ് പണിതാൽ അതിന്റെ അടിയിലും നമുക്ക് ഈ ഫ്രീ ബോർഡ് ഉണ്ട്. ബ്രിഡ്ജ് ആകുമ്പോൾ ഫ്ലോറിന്റെ അടിത്തട്ട് അല്ലെങ്കിൽ ഫ്ലോറിന്റെ ബോട്ടം തൊട്ട് വാട്ടർ, റിവറിന്റെ വാട്ടർ വരെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഗ്യാപ്പാണ് ഫ്രീ ബോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. For growth of plants, the useful soil moisture is dash. ഈ ടോപ്പിക് എന്ന് പറയുന്നത് ഇതിപ്പോൾ 2017 ജൂനിയർ ഇൻസ്ട്രക്ടറിനാണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്സ് ഓഫ് സോയിൽ വാട്ടർ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. അപ്പം നമുക്കത് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. നമുക്ക് പ്രധാനമായിട്ടും 3 ടൈപ്പ് വാട്ടർ ആണ് ഉള്ളത്. ഓവർസിയർ ലെവൽ പരീക്ഷകൾക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ വാട്ടർ ടൈപ്പ് അല്ലെങ്കിൽ സോയിൽ വാട്ടർ ടൈപ്സ് എന്ന് പറയും. ഇപ്പൊ 3 എണ്ണമാണ് ഉള്ളത്. ഹൈഗ്രോസ്കോപ്പിക്, കാപ്പിലറി ആൻഡ് ഗ്രാവിറ്റേഷൻ വാട്ടർ. നമ്മൾ മണ്ണിൽ വളരെ സ്ട്രോങ് ആയിട്ട് മണ്ണുമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തിനെയാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ എന്ന് പറയും. അത് ഒഴുകി നടക്കില്ല, നമ്മൾ കൈവച്ച് പ്രസ് ചെയ്യുകയോ ചെറിയ പ്രഷറൊക്കെ കൊടുത്താലോ പുറത്ത് വരത്തില്ല. അങ്ങനെ വളരെ ചെറിയ ഈർപ്പമുള്ള സമയമാണ് നമ്മൾ ഈ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയും. ഇപ്പൊ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നനഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ മണ്ണ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് നനഞ്ഞിരിക്കുന്ന കാണാം. പക്ഷെ അത് നമുക്ക് പുറത്തോട്ട് എടുക്കാൻ സാധിക്കില്ല, അത് ചെടികൾക്ക് കിട്ടില്ല, ആർക്കും കിട്ടാത്ത വെള്ളമാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. മണ്ണുമായിട്ട് പശ ഒട്ടിക്കുന്നത് പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളമാണ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അപ്പൊ ഇതിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് അൺഅവൈലബിൾ വാട്ടർ എന്നാണ്. ആർക്കും കിട്ടാത്ത വെള്ളമായതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ അൺഅവൈലബിൾ വാട്ടർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഹൈഗ്രോസ്കോപ്പിക്ക് മണ്ണിൽ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അത് ചെടിക്കും കിട്ടില്ല നമുക്കും കിട്ടില്ല. അവിടെ വേറൊരു ചോദ്യം ചോദിക്കാം. ഈ ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ഒന്നുകിൽ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുക. അപ്പം അത് മറക്കരുത്. ഹൈ ടെമ്പറേച്ചറോ ഹൈ പ്രഷറോ ഉപയോഗിച്ച് മാത്രം പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന വെള്ളം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആണ്. അതിൻ്റെ വേറൊരു പേര് അൺഅവൈലബിൾ വാട്ടർ, ആർക്കും അവൈലബിൾ അല്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം, ക്യാപ്പിലറി വാട്ടർ. ഇപ്പൊ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ തീരെ വെള്ളം ഇല്ലാത്തൊരു കണ്ടീഷനാണ്, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ മാത്രം നനഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ചുകൂടി വെള്ളമുണ്ട്, മണ്ണൊക്കെ അത്യാവശ്യം നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്യാപ്പിലറി വാട്ടർ എന്ന് പറയും. അതായത് മണ്ണിലുള്ള സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന വെള്ളമാണ് ക്യാപ്പിലറി വാട്ടർ. ദ വാട്ടർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദി പോഴ്സ് ഓഫ് ദ സോയിൽ ബൈ മോളിക്യുലർ അട്രാക്ഷൻ. ഈ മോളിക്യുലർ അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ഫോഴ്സ് ആണ് വരുന്നത്, കൊഹെഷനും അഡ്ഹെഷനും. കൊഹെഷൻ എന്ന് പറഞ്ഞാൽ സിമിലർ പാർട്ടിക്കിൾസ് തമ്മിലുള്ളതാണ്, അതായത് സോയിലും തമ്മിലുള്ളത് കൊഹെഷനാണ്, സോയിലും വാട്ടറും തമ്മിലുള്ളതാണ് അഡ്ഹെഷൻ. അപ്പൊ ആ മോളിക്യുലർ അട്രാക്ഷൻ കാരണം സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന, വോയിഡ്സിലോ അല്ലെങ്കിൽ സുഷിരങ്ങളിലോ തങ്ങി നിൽക്കുന്ന വെള്ളത്തിനെയാണ് ക്യാപ്പിലറി വാട്ടർ എന്ന് പറയും. ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ക്യാപ്പിലറി വാട്ടർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വേറൊരു പേര് അവൈലബിൾ വാട്ടർ എന്നാണ്. മറ്റ് പേരുകൾ ഓർക്കണം, കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ക്യാപ്പിലറി എന്നോ ഹൈഗ്രോസ്കോപ്പിക് എന്നോ ആയിരിക്കില്ല തരുന്നത്, ഇതുപോലെ അൺഅവൈലബിൾ എന്നോ അവൈലബിൾ എന്നോ ഒക്കെ ആയിരിക്കും പറയാം. ഇപ്പൊ ചെടികൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെള്ളം ഏതാണ്, ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം എന്ന് പറയുന്നത് ക്യാപ്പിലറി വാട്ടർ, കാരണം അത് എവിടെയും ഒഴുകി പോകുന്നില്ല, സുഷിരങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുന്ന. ഇവിടെ ചെറിയ പ്രഷറൊക്കെ കൊടുത്താൽ തന്നെ നമുക്ക് വെള്ളം പുറത്തേക്ക് എടുക്കാനും സാധിക്കും. ഇപ്പൊ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇങ്ങനെയാണ്, ഹൈഗ്രോസ്കോപ്പിക്കിനേക്കാൾ കൂടുതലായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ ദ വാട്ടർ പ്രസന്റ് ഇൻ എക്സസ് ഓഫ് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. ഹൈഗ്രോസ്കോപ്പിക്കിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ അത് ഏത് വെള്ളമായിരിക്കും? ക്യാപ്പിലറി വാട്ടർ ആയിരിക്കും അല്ലെ. അപ്പോൾ അങ്ങനെ വേണം പഠിച്ചു വെക്കാൻ. ഹൈഗ്രോസ്കോപ്പിക് ആണ് തീരെ വെള്ളം ഇല്ലാത്ത അവസ്ഥ, അതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഏതാണ്? ക്യാപ്പിലറി വാട്ടർ ആണ്. ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും അത് തന്നെയാണ്. ഇനി ഇതിലും കൂടുതലായിട്ട് വെള്ളം വന്നാൽ, അതായത് ഒഴുകി നടക്കുന്ന വെള്ളം കാണുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഗ്രാവിറ്റേഷൻ വാട്ടർ. നമ്മളിപ്പോൾ ഒരു ചെടിച്ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാം, നമ്മൾ നിർത്താതെ ചെടിച്ചട്ടിയിലോട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ആദ്യം ആ മണ്ണൊക്കെ നനയും, വീണ്ടും വീണ്ടും വെള്ളം കൊടുക്കുമ്പോൾ ചെടിച്ചട്ടിയുടെ താഴെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, ആ ഹോളിൽ കൂടെ വെള്ളം ഇറങ്ങിപ്പോകുന്ന കാണാം. ആ ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിൽ ഒഴുകിപ്പോകുന്നതോ ഇറങ്ങിപ്പോകുന്നതോ ആയിട്ടുള്ള വെള്ളത്തിനെയാണ് ഗ്രാവിറ്റേഷണൽ വാട്ടർ എന്ന് പറയും. അതും ചെടികൾക്ക് കിട്ടില്ല, കാരണം അത് ഒരിടത്ത് നിന്നാലല്ലേ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പോഴ്സിൽ നിന്നാണ് ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നത്, റൂട്ട് അല്ലെ. അപ്പൊ ആ പോഴ്സിൽ നിൽക്കുന്ന ഒരേ ഒരു വെള്ളം എന്ന് പറയുന്നത് ക്യാപ്പിലറി വാട്ടർ ആണ്, അത് മാത്രമാണ് ചെടിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഗ്രാവിറ്റേഷൻ വാട്ടർ എന്ന് പറയുന്നത് സൂപ്പർ ഫ്ലൂവസ് വാട്ടർ. സൂപ്പർ ഫ്ലൂവസ് വാട്ടർ എന്ന് വിളിക്കാൻ കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് എവിടെ ഗ്രാവിറ്റി ഉണ്ടോ ആ ഡയറക്ഷൻ ഒഴുകിപ്പോകും, അതുകൊണ്ടാണ് അതിന് സൂപ്പർ ഫ്ലൂവസ് വാട്ടർ എന്ന് പറയുക. അത് നമുക്ക് വേണമെങ്കിൽ തടഞ്ഞു നിർത്താം, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒക്കെ വെച്ച് നമ്മൾ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക, ചെടികൾക്ക് കിട്ടുന്നത് ക്യാപ്പിലറി വാട്ടർ, ആർക്കും കിട്ടാത്തത് ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ. അത് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഓർ പ്രഷർ അപ്ലൈ ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതിന് വേറൊരു പേര് അൺഅവൈലബിൾ വാട്ടർ എന്നാണ്. അതിനേക്കാൾ കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കണം? ക്യാപ്പിലറി വാട്ടർ എന്ന് വിളിക്കണം, അവൈലബിൾ വാട്ടർ എന്ന് വിളിക്കാം. ക്യാപ്പിലറി വാട്ടറിനേക്കാൾ കൂടുതൽ ഉണ്ടെങ്കിൽ അതെന്താവും? ഗ്രാവിറ്റേഷൻ വാട്ടർ ആവും. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള വെള്ളത്തിനെയാണ് ഗ്രാവിറ്റേഷൻ വാട്ടർ എന്ന് പറയാം. അപ്പൊ നമുക്കിനി ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് നോക്കാം. സാച്ചുറേഷൻ കപ്പാസിറ്റി, ഫീൽഡ് കപ്പാസിറ്റി, പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ്. ഇവിടെയും നമുക്ക് ചോദ്യം വരാറുണ്ട്. ഇപ്പൊ എന്താണ് സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് വെച്ചാൽ, ഏത് വാട്ടർ കണ്ടന്റിലാണോ മണ്ണിലുള്ള എല്ലാ പോഴ്സിലും വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അതിനെയാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി എന്ന് പറയും. ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് ഓൾ ദ പോഴ്സ് ആർ കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് വാട്ടർ. അതായത് എയർ ഇല്ല, പൂർണ്ണമായിട്ട് എല്ലായിടത്തും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് സാച്ചുറേഷൻ കപ്പാസിറ്റി. അതായത് ഒഴുകി നടക്കുന്ന വെള്ളം നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം അങ്ങ് ഇറങ്ങിപ്പോവും അല്ലെ, കാരണം ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം അങ്ങ് ഡ്രെയിൻ ചെയ്തു പോകും. അങ്ങനെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ള വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് സോയിൽ എത്തും. എന്താണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ, ഏതൊരു സോയിലിനും ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട്
പിടിച്ചു നിർത്താൻ പറ്റുന്ന വെള്ളത്തിനെയാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അവിടെ ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ഇല്ല, നമുക്ക് ഒഴുകിപ്പോകുന്ന വെള്ളം എല്ലാം അങ്ങ് മാറി മാറി പോയിട്ടുണ്ടാവും. ഇനിയുള്ളത് പോഴ്സിൽ തന്നെ തങ്ങി അങ്ങ് നിൽക്കും. ആ തങ്ങി നിൽക്കുന്ന വാട്ടർ കണ്ടന്റ് ആണ് ഫീൽഡ് കപ്പാസിറ്റി. ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വിച്ച് ക്യാൻ ബി ഹെൽഡ് ബൈ ദ സോയിൽ എഗൻസ്റ്റ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ എത്ര വെള്ളം സോയിലിന് പിടിച്ചു നിർത്താൻ പറ്റും, അതാണ് ഫീൽഡ് കപ്പാസിറ്റി. അപ്പൊ അങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും, ഗ്രാവിറ്റി ഉള്ളതെല്ലാം ഡ്രെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തിലേക്ക് എത്തും എന്ന് ചോദിക്കും. ഏത് വാട്ടർ കണ്ടന്റിലേക്ക് എത്തും? ഏത് വാട്ടർ കണ്ടന്റ് ആണ്? ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് എത്തും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സാൻഡും ക്ലേ, ആർക്കാണ് ഫീൽഡ് കപ്പാസിറ്റി കൂടുതൽ? ആർക്കെങ്കിലും പറയാമോ? ക്ലേക്കാണ് ഫീൽഡ് കപ്പാസിറ്റി കൂടുതൽ അല്ലെ, കാരണം കൂടുതൽ വെള്ളം പിടിച്ചു നിർത്താൻ പറ്റുന്നത് ക്ലേക്കാണ്. സാൻഡിന് അത്രയും വെള്ളം പിടിച്ചു നിർത്താൻ പറ്റില്ല, പെട്ടെന്ന് ഡ്രെയിൻ ചെയ്ത് പോകും അല്ലെ. അപ്പൊ എന്താണ് ഫീൽഡ് കപ്പാസിറ്റി പിടി കിട്ടിയല്ലോ? ഏതൊരു സോയിലിനും മാക്സിമം എത്ര വെള്ളം അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ട്, അതാണ് ഫീൽഡ് കപ്പാസിറ്റി. ഇനി ചെടി ഇവിടത്തെ ഉള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പൊ വെള്ളം തങ്ങി നിൽക്കുന്ന വെള്ളം യൂസ് ചെയ്യുന്നു, അങ്ങനെ ഫീൽഡ് കപ്പാസിറ്റി വെള്ളം താഴ്ന്നു വരിക. ഏത് വാട്ടർ കണ്ടന്റിൽ എത്തുമ്പോഴാണോ ചെടിക്ക് ഒരു തുള്ളി വെള്ളം പോലും വലിച്ചെടുക്കാൻ പറ്റാത്തത്, അതിനെയാണ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. ഇതിന് വേറൊരു പേരുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വിൽറ്റിംഗ് കോഎഫിഷ്യന്റ് എന്നും പറയാറുണ്ട്, മറക്കരുത്. ഇപ്പൊ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് the plants can no longer extract sufficient water from the soil is known as wilting coefficient. ഇതിലെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൈഗ്രോസ്കോപ്പിക് വാട്ടർ ആയി എന്നാണ്. അപ്പൊ അതാർക്കും കിട്ടില്ലല്ലോ, ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല, അപ്പോൾ ചെടിക്ക് വെള്ളം കിട്ടാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് വിൽറ്റിംഗ് പോയിന്റ് നമുക്ക് എന്ത് വിളിക്കാം? അവൈലബിൾ മോയ്സ്ചർ എന്നോ അവൈലബിൾ വാട്ടർ എന്നോ വിളിക്കാം. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന വെള്ളം മാത്രമാണ് ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുക. പക്ഷെ അത് ഒരിക്കലും താഴ്ന്ന് എവിടെ എത്താൻ വെയിറ്റ് ചെയ്യരുത്, പെർമനന്റ് മെൽറ്റിംഗ് പോയിന്റ് വരെ എത്താൻ വെയിറ്റ് ചെയ്യരുത്, അതിനു മുന്നേ നമ്മൾ വെള്ളം കൊടുത്തിരിക്കണം. ഓക്കെ, ഇപ്പൊ പ്രധാനമായിട്ടും ഈ 6 കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. 3 വാട്ടർ ഓർക്കണം, 3 വാട്ടർ കണ്ടന്റും ഓർക്കുക. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്ന് നോക്കാം. ഫോർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ് ദ യൂസ്ഫുൾ സോയിൽ മോയ്സ്ചർ ഈസ്, ആൻസർ പറയാമോ? ഏത് വെള്ളമാണ് ചെടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? യെസ്, കാപ്പിലറി വാട്ടർ. ഓപ്ഷൻ ബി, കാപ്പിലറി വാട്ടർ. ഇതിന്റെ വേറൊരു പേരെന്താണ്? അവൈലബിൾ വാട്ടർ എന്നും നമുക്കിതിനെ വിളിക്കാം. അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് സോയിൽ വാട്ടർ എന്ന് തന്നെയാണ്. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്, 2024 ചോദ്യമാണ്. ഇതേ ക്വസ്റ്റ്യൻ മുന്നേ പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുമുണ്ട്. A part of water which exists in the porous space of the soil by molecular attraction is known as. മണ്ണിലുള്ള സുഷിരങ്ങളിൽ തങ്ങി നിൽക്കുന്ന വെള്ളം ഏത് എന്നാണ് ചോദ്യം. ഏതാണ് അതിന്റെ ആൻസർ? കാപ്പിലറി വാട്ടർ. ശരിയല്ലേ? ഹൈഗ്രോസ്കോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളം, അത് പോഴ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വെള്ളമല്ല. ഗ്രാവിറ്റേഷൻ വാട്ടർ നമുക്കറിയാം എവിടെ അടങ്ങി നിൽക്കില്ല, പെട്ടെന്ന് ഒഴുകി പോകുന്ന വെള്ളം. ആൻസർ ഏതാണ്? കാപ്പിലറി വാട്ടർ. 21 നമുക്ക് വാട്ടറിൽ നിന്ന് തന്നെയാണ് ചോദ്യം. ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ദ സോയിൽ ആഫ്റ്റർ ഇറ്റ് ഇസ് ഡ്രെയിൻഡ് അണ്ടർ ഗ്രാവിറ്റി. ഗ്രാവിറ്റി വഴി പോകാനുള്ളതെല്ലാം പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മോയ്സ്ചർ കണ്ടന്റിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. എന്താണ് അതിന്റെ ആൻസർ വരിക? ചാറ്റ് ബോക്സ് റിപ്ലൈ ചെയ്തേ. ഫീൽഡ് കപ്പാസിറ്റി. ഗ്രാവിറ്റി വഴി പോകാനുള്ളതെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഏത് വാട്ടർ കണ്ടന്റിലേക്ക് വരും? ഫീൽഡ് കപ്പാസിറ്റിയിലേക്ക് എത്താൻ തുടങ്ങും. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അപ്പൊ അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിപ്പോ ജൂനിയർ ഇൻസ്ട്രക്ടർ 2012 ചോദിച്ചിരിക്കുന്നത്. യൂണിറ്റ് കൺവേർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 ഏക്കർ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നാണ്. അപ്പൊ ഇതിന് അത്യാവശ്യമുള്ള ചില യൂണിറ്റ്സ് നമുക്കൊന്ന് പഠിക്കാം. അപ്പൊ ഇതെല്ലാം തന്നെ കേരള PSCയിൽ പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഹെക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 10⁴ മീറ്റർ സ്ക്വയർ ആണ്. ഏരിയയുടെ യൂണിറ്റ് ആണ്, ഇതെല്ലാം ഏരിയയുടെ യൂണിറ്റ് ആണ്. 1 ഹെക്ടർ 10⁴ മീറ്റർ സ്ക്വയർ. അതേസമയം ഒരു 6 ആണെങ്കിൽ 100 മീറ്റർ സ്ക്വയർ ആണ്. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. 1 ഹെക്ടർ 10⁴ മീറ്റർ സ്ക്വയർ,
ഒരു 600 മീറ്റർ സ്ക്വയർ. ഇനി നമ്മളെ വീട്ടിലൊക്കെ കേൾക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഏക്കർ അല്ലെ. ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെന്റാണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ അറിയണം. ഒരു ഏക്കർ 100 സെന്റാണ്. ഒരു ഏക്കർ എത്ര ഹെക്ടർ ആണ് എന്ന് ചോദിക്കും. 0.4047 ഹെക്ടർ. അങ്ങനെയാണെങ്കിൽ ഒരു ഏക്കർ എത്ര മീറ്റർ സ്ക്വയർ ആയിരിക്കും? ഒരു ഏക്കർ 0.4047 ഹെക്ടർ ആണ്. അപ്പോൾ ഒരു ഏക്കർ എത്ര മീറ്റർ സ്ക്വയർ ആയിരിക്കും? 0.4047 ഇൻറ്റു 10⁴ മീറ്റർ സ്ക്വയർ ചെയ്താൽ പോരെ. അപ്പോൾ കാരണം ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10⁴ മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് വരും? 4047 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഒരു ഏക്കർ എന്ന് പറയുന്നത് 0.4047 ഹെക്ടേഴ്സ്. അത് എത്ര മീറ്റർ സ്ക്വയർ ആണെന്ന് ചോദിച്ചാൽ 0.4047 ഇൻറ്റു 10⁴ മീറ്റർ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരിക. നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏക്കർ 0.4047 ഹെക്ടേഴ്സ് എന്നായിരിക്കും. അവരത് എത്ര മീറ്റർ സ്ക്വയർ ആണെന്ന് ചോദിക്കും. ഓക്കെ, ഇനി തിരിച്ച് ചോദ്യം വരും, ഒരു ഹെക്ടർ എത്ര ഏക്കറാണ്? എത്രയാണ്? 2.47 acres. അപ്പൊ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് കൺവേർഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഒരു ഏക്കർ എത്ര ഹെക്ടർ ആണ്, ഒരു ഹെക്ടർ എത്ര ഏക്കറാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതിലേക്ക് വരാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 100 സെന്റ് ആണെന്ന് പറഞ്ഞു. ഒരു സെന്റ് 40.46 അഥവാ 40.47 മീറ്റർ സ്ക്വയർ ആണ്. ഇതിൽ രണ്ടിൽ ഏതാണോ ഓപ്ഷനിലുള്ളത് അത് നിങ്ങൾക്ക് എഴുതാം. ഒരു സെന്റ് എന്ന് പറയുന്നത് 435.6 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് നമ്മൾ അറിയാം. നമ്മളൊന്ന് കുറച്ച് സിമ്പിളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഒരു ഏക്കർ 100 സെന്റ് ആണ്. ഒരു സെന്റ് 40.46 അല്ലെങ്കിൽ 40.47 മീറ്റർ സ്ക്വയർ ആണ്. ഒരു സെന്റ് 435.6 സ്ക്വയർ ഫീറ്റ് ആണ്. ഒരു സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 0.0929 മീറ്റർ സ്ക്വയറും ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവിടെ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റിയിടാനായിട്ട് പറ്റും. ഇപ്പം നമ്മളോട് പറഞ്ഞു ഒരു ഏക്കർ 100 സെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഏക്കർ എത്ര മീറ്റർ സ്ക്വയർ ആണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെന്റ് 40.446 മീറ്റർ സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പോൾ ഒരു ഏക്കറിനെ മീറ്റർ സ്ക്വയർ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെന്റിനെ മീറ്റർ സ്ക്വയർ ആക്കിയാൽ മതി. അപ്പോൾ 1 ഏക്കർ 100 സെന്റ്. ആ 100 സെന്റ് എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു 40.46 മീറ്റർ സ്ക്വയറുമാണ്. ഇങ്ങനെയാണ് നമുക്ക് കൺവേർഷൻസ് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു സെന്റ് 435.6 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞു. നമ്മുടെ ചോദ്യം ഒരു ഏക്കർ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ഒരു ഏക്കർ 100 സെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒരു സെന്റ് എന്ന് പറയുന്നത് 435.6 സ്ക്വയർ ഫീറ്റ് ആണ്. ശരിയാണല്ലോ. അപ്പൊ എത്രയായ ആൻസർ? 43560 സ്ക്വയർ ഫീറ്റ്. ആൻസർ ഇസ് 43560 സ്ക്വയർ ഫീറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് കൺവേർഷൻ. നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കില്ല ചോദിക്കുന്നത്. ഒരു ഏക്കർ 100 സെന്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഏക്കർ 100 സെന്റ് ആണെങ്കിൽ 100 ഇൻറ്റു 435.6 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ 435 അല്ലെങ്കിൽ 43560 സ്ക്വയർ ഫീറ്റ് എന്ന് വരും. ആൻസർ ഓപ്ഷൻ ബി. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. ഇതും കേരള PSC തന്നെ വന്നാണ്. 2017 നമുക്ക് ഈ ചോദ്യം വന്നത്. നമ്പർ ഓഫ് ഹെക്ടേഴ്സ് ഇൻ 1 സ്ക്വയർ കിലോമീറ്റർ അല്ലെങ്കിൽ ഇൻ എ സ്ക്വയർ കിലോമീറ്റർ. അപ്പം നമുക്കൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു യൂണിറ്റ് നമ്മൾ പഠിച്ചില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1 കിലോമീറ്റർ സ്ക്വയർ ആയിട്ടാണ് എഴുതുന്നത്. ഈക്വൽ ടു 10⁶ മീറ്റർ സ്ക്വയർ. ശരിയല്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പൊ കിലോമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1000ന്റെ സ്ക്വയർ, അതായത് 10⁶ മീറ്റർ സ്ക്വയർ. ഇതിനെ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 10⁻² ഇൻറ്റു 10⁴ മീറ്റർ സ്ക്വയർ ഞാൻ എഴുതാണ്. ഇല്ല, തെറ്റൊന്നും ഇല്ലല്ലോ. കാരണം ഇത് 10⁻6 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് വരുന്നത്. ഇതിൽ 10⁴ മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു ഹെക്ടർ ആണ് അല്ലെ? അപ്പോൾ 100 ഹെക്ടർ ഒരു കിലോമീറ്റർ സ്ക്വയർ ആയിട്ട് വരും. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. പഠിച്ചിരിക്കുന്ന യൂണിറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, പക്ഷെ ഇങ്ങനെയും ചോദിക്കാം.
1 km², 10⁻⁶ m². ആണ്. അതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, അത്രേ ഉള്ളൂ. അപ്പൊ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 10⁴ m² എന്ന് പറഞ്ഞാൽ 1 ഹെക്ടർ ആണ്. അപ്പൊ എത്രയായി? 100 ഹെക്ടർ. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 100. എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 24. ബ്രാഞ്ച് കനാൽ ടേക്സ് ഓഫ് ഫ്രം. അപ്പൊ ഇവിടെ നമ്മൾ കനാൽ ക്ലാസിഫിക്കേഷന്റെ വേറൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു റിവർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ റിവറിൽ നമ്മളൊരു വിയറോ ബാരേജോ ഒക്കെ കൊണ്ടുവയ്ക്കുകയാണ്, വെള്ളത്തിന്റെ ലെവൽ ഉയർത്താൻ വേണ്ടിയിട്ട്. അവിടെ നിന്നും നമ്മൾ കനാലുകൾ കട്ട് ചെയ്യാം. അപ്പം നമ്മൾ കനാൽ ക്ലാസിഫിക്കേഷൻ ആണ് ഈ വരയ്ക്കുന്നത്, ഡിസ്ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും 5 കനാൽസ് കാണിച്ചിട്ടുണ്ട്. റിവറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെള്ളം എടുക്കുന്ന കനാല് മെയിൻ കനാൽ. മെയിൻ കനാലിൽ നിന്ന് പിന്നീട് ബ്രാഞ്ച് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ ബ്രാഞ്ച് കനാൽ എന്ന് വിളിക്കും. ബ്രാഞ്ച് കനാലിൽ നിന്ന് വീണ്ടും നമ്മൾ വേർതിരിച്ച് അടുത്ത ഒരു പുതിയൊരു ബ്രാഞ്ചും കൂടെ എടുക്കുകയാണെങ്കിൽ അതിനെ മേജർ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് വിളിക്കും. മേജർ ഡിസ്ട്രിബ്യൂട്ടറിയിൽ നിന്നും വെള്ളം എടുക്കുന്ന ആളാണ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി. ആരാണോ ഏറ്റവും ലാസ്റ്റ് വെള്ളം കൊണ്ട് പാടത്തേക്ക് പോകുന്നത് ആ കനാലിനെ വാട്ടർ കോഴ്സ് എന്നും വിളിക്കും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഓരോ കനാലിന്റെ ഡിസ്ചാർജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കനാലും എവിടെ നിന്ന് വെള്ളം എടുത്തു എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. ഇപ്പൊ മെയിൻ കനാൽ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്? റിവറിൽ നിന്നാണ് വെള്ളം എടുക്കുക. അതിന് ഡിസ്ചാർജിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ പ്രോജക്റ്റ് അനുസരിച്ച് അവിടെ നിന്നൊക്കെ ബ്രാഞ്ച് ഉണ്ടാകാം, അതിനനുസരിച്ച് വെള്ളം മാറാം. ബ്രാഞ്ച് കനാൽ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്? മെയിൻ കനാൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഡിസ്ചാർജ് വാല്യൂസ് പഠിച്ചിരിക്കണം. ബ്രാഞ്ച് കനാലിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ക്യുമെക്സ് ആയിരിക്കണം. ഇതാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഇപ്പൊ ബ്രാഞ്ച് കനാലിന്റെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 5 ക്യുമെക്സ്. ബ്രാഞ്ച് കനാലിൽ നിന്ന് വെള്ളം എടുക്കുന്ന ആളാണ് മേജർ ഡിസ്ട്രിബ്യൂട്ടറി. ഇതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 0.25 to 5 ക്യുമെക്സ് ആണ് പറയുന്നത്. നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുന്ന റേഞ്ച് ആണ്. ഇതാണ് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻറ്റ്. മേജർ ഡിസ്ട്രിബ്യൂട്ടറിന്ന് വെള്ളം എടുക്കുന്ന ആളാണ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി. ഇതിന്റെ ഡിസ്ചാർജ് ലെസ് ദാൻ 0.25 ക്യുമെക്സ്. 2021 ചോദ്യമാണ്. ദ ഡിസ്ചാർജ് ഓഫ് മൈനർ ഡിസ്ട്രിബ്യൂട്ടറീസ് ഇസ് യൂഷ്വലി എന്ന് ചോദിച്ചു. ലെസ് ദാൻ 0.25 ക്യുമെക്സ്. അപ്പൊ ആരെവിടെ നിന്ന് വെള്ളം എടുക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയണം. റിവറിൽ നിന്ന് എടുക്കുന്നത് മെയിൻ കനാൽ, മെയിനിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ബ്രാഞ്ച്, ബ്രാഞ്ചിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മേജർ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് എടുക്കുന്നത് മൈനർ ഡിസ്ട്രിബ്യൂട്ടറി. ഇനി ഈ പറഞ്ഞ വാട്ടർ കോഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും പ്രൊവൈഡ് ചെയ്യാം. ഫാമറിന് വെള്ളം എടുത്തുകൊണ്ട് പോകാനുള്ള പ്രൊവിഷൻ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കും. അതനുസരിച്ച് ഇവിടെ നിന്ന് വരാം, വാട്ടർ കോഴ്സ് ഇവിടെ നിന്ന് വരാം, എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വരാം. അപ്പൊ ഏത് കനാലാണോ ഏറ്റവും അവസാനം വെള്ളം കൊണ്ട് പാടത്തേക്ക് പോകുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? വാട്ടർ കോഴ്സ് എന്ന് വിളിക്കും. ക്ലിയർ ആയോ? ശരി. അപ്പൊ ഇവിടെ നമ്മൾ മേജർ ആയിട്ടുള്ള ഡിസ്ചാർജ് വാല്യൂസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാഞ്ചിന് ഗ്രേറ്റർ ദാൻ 5 ക്യുമെക്സ്, മേജർ ഡിസ്ട്രിബ്യൂട്ടറിക്ക് 0.25 to 5 ക്യുമെക്സ്, മൈനർ ഡിസ്ട്രിബ്യൂട്ടറിക്ക് ലെസ് ദാൻ 0.25 ക്യുമെക്സ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചോദിച്ചിരിക്കുന്നത്. ബ്രാഞ്ച് കനാൽ ടേക്സ് ഓഫ് ഫ്രം. ബ്രാഞ്ച് കനാൽ എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്? എവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത്? മെയിൻ കനാലിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. റിവറിൽ നിന്ന് മെയിൻ കനാൽ എടുക്കും, മെയിൻ കനാലിൽ നിന്ന് ബ്രാഞ്ച് എടുക്കും. ഓപ്ഷൻ ബി. ഇനി നമുക്ക് 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ടോട്ടൽ ഏരിയ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാൽ സിസ്റ്റം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ തിയറി കൂടി നമുക്ക് നോക്കാം. ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്നാണ് നമ്മൾ അതിനെ പറയാം. ഒരു പ്രോജക്റ്റിന്, ഇറിഗേഷൻ പ്രോജക്റ്റിനോ ഒരു കനാൽ സിസ്റ്റത്തിനോ ഒരു ഡാമിനോ മാക്സിമം എത്ര സ്ഥലം
ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും, അതിനെയാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറയാം. അവിടെ കൃഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ എത്ര സ്ഥലം വരെ വെള്ളം കൊടുക്കാൻ സാധിക്കും, എവിടം വരെ വെള്ളം എത്തിക്കാൻ സാധിക്കും, അതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അൺലിമിറ്റഡ് എന്നുള്ള രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. അതായത് വെള്ളം എല്ലാം ഉണ്ട്, ഒരുപാട് വെള്ളം നമുക്ക് ഉണ്ടെങ്കിൽ മാക്സിമം എവിടം വരെ വെള്ളം എത്തിക്കാൻ പറ്റും, അതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കണക്കിലെടുക്കാതെ നമുക്ക് പറയാൻ പറ്റുന്ന ടോട്ടൽ ഏരിയ ആണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. ഇതിന്റെ വേറൊരു പേര് അയാക്കട്ട് എന്നാണ്, അത് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന, ഞാൻ ഒന്നും കൂടെ പറയാണ്. ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കനാലിനോ ഒരു ഡാമിനോ മാക്സിമം എത്ര സ്ഥലം വരെ ഇറിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വെള്ളം എത്തിക്കാൻ സാധിക്കും, അവിടെ കൃഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് എവിടം വരെ ആക്സസ് കിട്ടും. അപ്പൊ ഇത് കണക്കിലാക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഒരു പ്രശ്നമല്ല, നമ്മൾ എവിടം വരെ പോകാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിന്റെ വേറൊരു പേര് അയാക്കട്ട് എന്നാണ്. അപ്പൊ ഈ ഗ്രോസ് കമാൻഡഡ് ഏരിയക്കകത്ത് ആരൊക്കെ വരും എന്ന് നമുക്ക് നോക്കാം. കൾട്ടിവബിൾ ലാൻഡ്, കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ. പാസ്റ്റേഴ്സ്, കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന പുല്ല് പിടിച്ചു കിടക്കുന്ന സ്ഥലം. ഫാലോ ലാൻഡ്, 1 വർഷത്തിൽ കൂടുതലും 5 വർഷത്തിൽ താഴെ വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഫാലോ ലാൻഡ്. ഈ 3 എണ്ണത്തിന്റെയും പ്രത്യേകത, ഈ 3 എണ്ണവും കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ അതായത് നമുക്ക് അവിടെ വെള്ളം കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഇതിനെ കൾച്ചറബിൾ ഏരിയാസ് എന്ന് നമ്മൾ വിളിക്കും, കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ ഗ്രോസ് കമാൻഡഡ് ഏരിയ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടെ കൃഷി ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, വെള്ളം എത്തിക്കാൻ പറ്റുന്ന എവിടം വരെ എന്ന് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ അവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത ചില സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. വേസ്റ്റ് ലാൻഡ്, 5 വർഷത്തിൽ കൂടുതൽ വെറുതെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ്, തരിശു ഭൂമി എന്നൊക്കെ നമ്മൾ പറയും. ഫോറസ്റ്റ്, കൃഷി ചെയ്യാൻ പറ്റില്ല അവിടെ. റോഡ് ഉണ്ടാവും, വീടുകൾ ഉണ്ടാവും, കുളങ്ങളുണ്ടാവും. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്ന പേര് അൺകൾച്ചറബിൾ ഏരിയാസ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗ്രോസ് കമാൻഡഡ് ഏരിയ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. നമുക്ക് മാക്സിമം എവിടം വരെ വെള്ളം എത്തിക്കാൻ സാധിക്കും, അതാണ് ഗ്രോസ് കമാൻഡഡ് ഏരിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്താണെന്നും കൂടി നോക്കാം. എവിടെയാണോ ശരിക്കും കൃഷി ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ എന്ന് പറയും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ നിന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ നമ്മൾ മൈനസ് ചെയ്താൽ മതി. സോ CCA is equal to GCA minus unculturable areas. ഇപ്പൊ GCA എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ, അതിൽ എവിടെയാണോ ശരിക്കും കൃഷി ചെയ്യാൻ പറ്റുന്നത് അതാണ് CCA. GCA മൈനസ് അൺകൾച്ചറബിൾ ഏരിയാസ്. ഈ ഇക്വേഷനും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ CCAയിൽ തന്നെ ഒരു സീസണിൽ നമ്മൾ എത്ര സ്ഥലത്ത് കൃഷി ചെയ്തു അത് കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ. എത്ര സ്ഥലത്ത് വെറുതെ ഇട്ടു അത് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ. ഇതാണ് വ്യത്യാസം. കാരണം CCAയിൽ എല്ലാ സമയത്തും എപ്പോഴും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കില്ല. അപ്പൊ കുറച്ച് സമയം കൃഷി ചെയ്യും, മറ്റത് വെറുതെ ഇടുകയും ചെയ്യും. അപ്പൊ എവിടെയാണോ നമ്മൾ ശരിക്കും കൃഷി ചെയ്തത് അതിനെ കൾച്ചറബിൾ കൾട്ടിവേറ്റഡ് ഏരിയ എന്ന് പറയും. ആർക്കാണോ റെസ്റ്റ് കൊടുത്തത് അല്ലെങ്കിൽ വെറുതെ ഇട്ടിരിക്കുന്നത് അത് കൾച്ചറബിൾ അൺകൾട്ടിവേറ്റഡ് ഏരിയ. പിന്നെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടോട്ടൽ ഏരിയ വിച്ച് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാൽ സിസ്റ്റം. ആൻസർ എന്ത് വരും? ഗ്രോസ് കമാൻഡഡ് ഏരിയ. The total area which can be economically irrigated from an irrigation system without considering the limitation of quantity of water available. ഏതായിരിക്കും ആൻസർ? 2023 ചോദ്യമാണ്. നമ്മൾ വെള്ളത്തിന്റെ കണക്കെടുക്കാതെ ടോട്ടൽ ഏരിയ കണക്കാക്കുന്ന ആർക്കാണ്? ഗ്രോസ് കമാൻഡഡ് ഏരിയക്കാണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഗ്രോസ് കമാൻഡഡ് ഏരിയ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The first watering which is given to the crop when it is grown up to a few centimeters. സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ചോദ്യമാണ്. ചെടി ഒരൽപ്പം മുളച്ചു വന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് വാട്ടറിങ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ കോർ വാട്ടറിങ്. ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിയോ ആണ് ആൻസർ. അതായത് ചെടിക്ക് കിട്ടുന്നതല്ല, അത് നമ്മൾ മണ്ണിന് കൊടുക്കുന്നതാണ്. ആ ലാൻഡിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി മണ്ണിന് കൊടുക്കുന്ന വാട്ടറിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലിയോ ആണ്. ഫസ്റ്റ് വാട്ടറിങ് ആഫ്റ്റർ ദ ക്രോപ്പ് ഇസ് എ ഫ്യൂ സെന്റിമീറ്റേഴ്സ് ഹൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർ വാട്ടറിങ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ടും ഇവിടെ ഉണ്ട്. പാലിയോ ഇറിഗേഷൻ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ്, കോർ വാട്ടറിങ് ഫസ്റ്റ് വാട്ടറിങ് ആഫ്റ്റർ ദ ക്രോപ്പ് ഇസ് ഫ്യൂ സെന്റിമീറ്റർ ഹൈ.
രണ്ടും ഫസ്റ്റ് വാട്ടറിങ് തന്നെയാണ്. രണ്ട് സ്റ്റേജിലാണ് നമ്മൾ കൊടുക്കുക. ഒന്ന് സോയിലിനാണ് കൊടുക്കുക, മറ്റത് നമ്മൾ ചെടി വളർന്നു വന്നതിന് ശേഷം കൊടുക്കുന്നതാണ്. അപ്പം ഇവിടെ കുറച്ച് ഡെപ്ത് വാല്യൂസ് നേരത്തെ പഠിച്ച പോലെ നമ്മൾ പഠിക്കണം. ഇപ്പം ഡെൽറ്റ പറഞ്ഞ സമയത്ത് നമ്മൾ റൈസ്, ഷുഗർ കെയിൻ, വീറ്റിൻ്റെ എല്ലാം ഡെൽറ്റ പറഞ്ഞു. അതുപോലെ കോർ ഡെപ്ത് വാല്യൂസ് അത്യാവശ്യമായിട്ട് പറഞ്ഞിരിക്കണം. റൈസ് 19 സെന്റിമീറ്റർ, വീറ്റ് 13.5, ഷുഗർ കെയിൻ 16.5 സെന്റിമീറ്റർ. ഇതും പല പരീക്ഷകൾക്കും ചോദിക്കാറുള്ളതാണ്. ഈ 3 വാല്യൂസും കൂടി പഠിച്ചു വെച്ചേക്കാം. അപ്പം ഇവിടുത്തെ ആൻസർ നമുക്ക് വരുന്നത് കോർ വാട്ടറിംഗ് ആണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനും കൂടെ നോക്കാം. 2023 ചോദ്യമാണ്. ദ കോർ ഡെപ്ത് ഓഫ് ഷുഗർ കെയിൻ ഇസ് ഡാഷ്. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. റൈസ് 19, വീറ്റ് 13.5, ഷുഗർ കെയിൻ 16.5. അപ്പൊ നമുക്ക് ഏത് ആൻസർ വരും? 16.5 സെന്റിമീറ്റർ എന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ മില്ലിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 165 mm. ഇതിനു മുന്നേ റൈസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റൈസ് 19 സെന്റിമീറ്റർ ആണ്, മില്ലിമീറ്ററിലാക്കുമ്പോൾ 190 mm. Now question number 29. The main function of a diversion headwork of a canal from a river is. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. അപ്പം എന്താണ് ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് നമുക്ക് നോക്കാം. ഒരു റിവറിൽ നിന്നും കനാല് കട്ട് ചെയ്യുന്ന സമയത്ത് അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളത്തിൻ്റെ ലെവൽ ഉയർത്താനും ആ ഉയർത്തിയ വെള്ളത്തിന് നമ്മൾ കനാലിലോട്ട് എടുക്കാൻ ഇവിടെ പണിയുന്ന സ്ട്രക്ചേഴ്സിനെ പറയുന്ന പേരാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക്. അതേസമയം നമുക്ക് സ്റ്റോറേജ് ഹെഡ്വർക്കും ഉണ്ട്. നമ്മൾ വെള്ളത്തിനെ കെട്ടി നിർത്തി, പിടിച്ച് നിർത്തി സ്റ്റോർ ചെയ്തിട്ട് കനാലിലോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ സ്റ്റോറേജ് ഹെഡ്വർക്ക് എന്ന് പറയും. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡാമാണ്. അപ്പോൾ ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്രേ ഉദ്ദേശമുള്ളൂ. അപ്സ്ട്രീം സൈഡിൽ വെള്ളത്തിൻ്റെ ലെവൽ ഉയർത്തുക, ആ വെള്ളത്തിനെ കനാലിലോട്ട് സപ്ലൈ ചെയ്യുക. അതിനായിട്ട് നമ്മൾ ഈ പണിത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഡൈവേർഷൻ ഹെഡ്വർക്ക്. അപ്പോൾ അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വെള്ളത്തിൻ്റെ ലെവൽ ഉയർത്തുക എന്നുള്ളതാണ്. അത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഷട്ടറുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷട്ടറൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഷട്ടർ കൊടുത്തുള്ള ഗുണം എന്താണ്? വെള്ളം ആവശ്യത്തിന് മാത്രം എടുക്കാനും കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഇനി ഈ റിവറിൽ ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് കയറാതിരിക്കാനും ഈ ഷട്ടർ അടച്ചു വെച്ചാൽ മതി. റിവറിൽ കലങ്ങിയ വെള്ളം വരികയാണ്, അത് കയറാതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യും? ഈ ഷട്ടറൊക്കെ അടച്ചു വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതെല്ലാം ഡൈവേർഷൻ ഹെഡ്വർക്കിന്റെ ഫങ്ഷൻസ് ആണ്. പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ നോട്ട് ചെയ്യേണ്ടത് മെയിൻ ഫങ്ഷൻ ഓഫ് എ ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊന്നുമല്ല മെയിൻ ഫങ്ഷൻ. വെള്ളത്തിന്റെ ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ. ടു റേസ് ദ വാട്ടർ ലെവൽ ഓൺ ദി അപ്സ്ട്രീം സൈഡ് ആൻഡ് ഡൈവേർട്ട് ദ വാട്ടർ ഫ്രം റിവർ ടു കനാൽ. അപ്പൊ അത് മറക്കാതിരിക്കുക. ഫങ്ഷൻസ് ഓഫ് ഡൈവേർഷൻ ഹെഡ്വർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഓഫ് ദി അബോവ് ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ മെയിൻ ഫങ്ഷൻ എന്ന് ചോദിച്ചാൽ എപ്പോഴും എന്തായിരിക്കണം ആൻസർ? ടു റേസ് ദി വാട്ടർ ലെവൽ എന്നായിരിക്കാം. അപ്പൊ ഈ റേസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം അത് നോക്കാം. 2 സ്ട്രക്ചേഴ്സ് ആണ് വെള്ളം ഉയർത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, വിയറും ബാരേജ്. ഇത് ഈ കാണുന്നതാണ് വിയർ. ഒരു സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രാവശ്യം പണിത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ വിയർ എന്ന് പറയുന്നത് സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. ഇത് എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു റിവറിൽ നമ്മൾ ഇങ്ങനെ മതിൽ പോലെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളം പൊങ്ങും. ആ പൊങ്ങിയ വെള്ളത്തിന് നമുക്ക് എങ്ങോട്ട് എടുക്കാം? കനാലിലോട്ട് എടുക്കാം. ക്ലിയർ ആയോ? അപ്പൊ ക്വസ്റ്റ്യൻ വരുന്ന അങ്ങനെയായിരിക്കും. സോളിഡ് ഒബ്സ്ട്രക്ഷൻ പുട്ട് അക്രോസ് ദ റിവർ ടു റേസ് ദ വാട്ടർ ലെവൽ ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഇസ് നോൺ ആസ് ഡാഷ്. ആൻസർ എന്താണ്? വിയർ. പ്രത്യേകം ശ്രദ്ധിക്കണം, സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. ഇനി അതേസമയം ബാരേജ് ആണെങ്കിൽ സോളിഡ് ഒബ്സ്ട്രക്ഷൻ അല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരുപാട് ഷട്ടറുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ട്, വെള്ളത്തിന്റെ ലെവൽ ഉയർത്താനായിട്ട് ഷട്ടറുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ബാരേജ് ആണ്. അതാണ് വ്യത്യാസം. വിയറും ബാരേജും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. രണ്ടുപേരും അപ്സ്ട്രീം സൈഡിലുള്ള വെള്ളത്തിന്റെ ലെവൽ ഉയർത്തുകയും ആ വെള്ളത്തിനെ കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യും. സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ് വെള്ളം ഉയർത്താൻ ഉപയോഗിക്കുന്നതെങ്കിൽ വിയർ. ഷട്ടറുകളോ ഗേറ്റുകളോ ഉപയോഗിച്ചിട്ടാണ് വെള്ളം ഉയർത്തുന്നതെങ്കിൽ അതിനെ എന്ത് പറയണം? ബാരേജ് എന്ന് പറയാം. അപ്പൊ ബാരേജിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ക്രസ്റ്റ് ആണ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഓഫ് ദി സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്. ഇപ്പൊ നമ്മൾ വിയർ നോക്കിക്കഴിഞ്ഞാൽ ഒരു മതില് പോലെ നമ്മൾ ചെറിയ
പൊക്കം കുറഞ്ഞൊരു മതിൽ പോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനൊരു അത്യാവശ്യം നല്ല ക്രസ്റ്റ് ഉണ്ട്. ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടോപ്പ് സർഫസ് ആണ്. പക്ഷെ ഒരു ബാരേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോ ക്രസ്റ്റും ലാർജ് ഗേറ്റ്സുമാണ് അതിന് വരുന്നത്. ഇത് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ബാരേജിന്റെ ക്രസ്റ്റ് എങ്ങനെയാണ്, ഗേറ്റ്സ് എങ്ങനെയാണെന്ന് ചോദിക്കും. ക്രസ്റ്റിന് ലോ, അതായത് ബാരേജിന് ലോ ക്രസ്റ്റ് ആണ്. കാരണം ക്രസ്റ്റ് നമുക്ക് വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ കാണാൻ പോലും പറ്റില്ല. ഇതിന്റെ അടിയിൽ ഒരു ഫൗണ്ടേഷൻ പോലെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ടോപ്പ് സർഫസിനെയാണ് എന്ത് പറയാ, ക്രസ്റ്റ്. ഏതൊരു സോളിഡ് ഒബ്സ്ട്രക്ഷന്റെയും ടോപ്പിനെ നമുക്ക് ക്രസ്റ്റ് എന്ന് വിളിക്കാം. അപ്പൊ ഇതിന് ലോ ക്രസ്റ്റും ലാർജ് ഗേറ്റ്സുമാണ് വരുന്നത്. വ്യത്യാസം പിടികിട്ടിയെന്ന് തോന്നുന്നു. വിയർ സോളിഡ് ഒബ്സ്ട്രക്ഷൻ ആണ്, ബാരേജ് സോളിഡ് ഒബ്സ്ട്രക്ഷൻ അല്ല. അവിടെ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് വെള്ളം നിങ്ങൾ റേസ് ചെയ്യുക. ഇതിന്റെ ക്രസ്റ്റ് വളരെ ലോ ലെവലിലാണ്, നമുക്ക് അങ്ങനെ കാണാൻ പോലും പറ്റില്ല. ഗേറ്റ് ആണ് ഏറ്റവും മേജർ ആയിട്ട് വരുന്നത്. ഇപ്പൊ ലോ ക്രസ്റ്റും ലാർജ് ഗേറ്റ്സും. അപ്പൊ നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ ഇതാണ്: മെയിൻ ഫംഗ്ഷൻ ഓഫ് എ ഡൈവേർഷൻ ഹെഡ് വർക്ക് ഓഫ് എ കനാൽ ഫ്രം എ റിവർ ഇസ്. എന്താണ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിൽറ്റ് റിമൂവ് ചെയ്യുന്നതും വെള്ളം സ്റ്റോർ ചെയ്യുന്നതും ഫ്ലഡ് കൺട്രോൾ ചെയ്യുന്ന ഒന്നുമല്ല. മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു റേസ് ദ വാട്ടർ ലെവലാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ അല്ലെ. ഇപ്പൊ വെള്ളം റേസ് ചെയ്യുക, അതിനെ കനാലിലോട്ട് കൊടുക്കുക. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ ബാരിയർ വിത്ത് ലോ ക്രസ്റ്റ് പ്രൊവൈഡഡ് വിത്ത് എ സീരീസ് ഓഫ് ഗേറ്റ്സ് അക്രോസ് ദ റിവർ ഇസ്. ഏതാണ്? നമ്മൾ ക്രസ്റ്റ് താഴ്ന്നിരിക്കുന്നതും ഒരുപാട് ഗേറ്റ്സ് കൊടുക്കുന്നതുമായിട്ടുള്ള സ്ട്രക്ചർ ഇതിലേതാണ്? ബാരേജ് ആണ്. ഓപ്ഷൻ എ ബാരേജ്. ഇത് പ്രീവിയസ് ആയിട്ട് 2024 റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ക്ലിയർ ആയി തോന്നുന്നു. അപ്പൊ ലോ ക്രസ്റ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിയർ ആണെങ്കിൽ കുറച്ചുകൂടി ഉയർന്നാണ് നിൽക്കുന്നത് ക്രസ്റ്റ്. മറ്റതിന് ക്രസ്റ്റ് താഴെയാണ്, മൊത്തം ഗേറ്റ്സ് ആണ് നമ്മൾ കാണും. സോ ആൻസർ ബാരേജ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 31. വിച്ച് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദ കനാൽ. നമ്മുടെ ഡൈവേർഷൻ ഹെഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട്. ആ കമ്പോണൻസിൽ ഒന്നാണ് ഈ സിൽറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതൊരു ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കമ്പോണൻസിന്റെ പടമാണ്. പ്രധാനമായിട്ടും 2 ഡിവൈസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്: സിൽറ്റ് എക്സ്ക്ലൂഡറും സിൽറ്റ് ഇജക്ടറും. ആദ്യത്തേത് സിൽറ്റ് എക്സ്ക്ലൂഡർ, രണ്ടാമത്തത് സിൽറ്റ് ഇജക്ടർ ഓർ സിൽറ്റ് എക്സ്ട്രാക്ടർ. അപ്പൊ ഇത് എവിടെ വെക്കുന്നു, എന്തിനു വെക്കുന്നു, ഈ 2 ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അത് രണ്ടും ഞാൻ പറയാം. അപ്പൊ ഇവിടെ ഒരു റിവർ കാണുന്നുണ്ട്, ഒരു വിയർ വെച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ നിന്ന് കനാലും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കനാലിലോട്ട് സിൽറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ കപ്പാസിറ്റി ഒക്കെ കുറയും, ഫ്ലോയെ അഫക്റ്റ് ചെയ്യും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത് ദാ ഇവിടെയാണ് വെക്കുന്നത്. ഇതാണ് കനാല്. കനാലിന്റെ ഷട്ടറുകളാണ് ഇവിടെ വരുന്നത്. ഈ ഷട്ടറുകളെ പറയുന്ന പേര് ഹെഡ് റെഗുലേറ്റർ എന്നാണ്. അപ്പൊ കനാലിന് മുന്നേ ആയിട്ട് റിവർ ബെഡിലാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ വെക്കുക. എന്തിനാണ് വെക്കുന്നത്? സിൽറ്റ് കനാലിലേക്ക് കയറാതിരിക്കാൻ വെക്കുന്ന സാധനമാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ. വളരെ സിമ്പിൾ ആണ്. മുകളിലൂടെ വരുന്നത് തെളിഞ്ഞ വെള്ളമായിരിക്കും, അടിയിൽ കൂടെ വരുന്നതിലാണ് സിൽറ്റ് വരിക. അപ്പോൾ മുകളിലൂടെ വരുന്ന വെള്ളത്തിന് നമ്മൾ കനാലിലോട്ട് വിടും, അടിയിൽ കൂടെ വരുന്ന വെള്ളത്തിന് ഫ്രണ്ടിലോട്ട് വിടുകയും ചെയ്യും. അപ്പൊ സിൽറ്റ് എക്സ്ക്ലൂഡർ എവിടെയാണ് വെച്ചത്? റിവർ ബെഡിലാണ് വെച്ചത്. കനാലിലേക്ക് സിൽറ്റ് കയറാതിരിക്കാനാണ് സിൽറ്റ് എക്സ്ക്ലൂഡർ വെച്ചത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സിൽറ്റ് ഇങ്ങോട്ട് കയറി എന്ന് വിചാരിക്കാം, കനാലിലോട്ട് കയറി, നമുക്കത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. അതിന് കനാലിൽ കൊണ്ടുവെക്കുന്ന സാധനമാണ് സിൽറ്റ് ഇജക്ടർ അല്ലെങ്കിൽ സിൽറ്റ് എക്സ്ട്രാക്ടർ എന്ന് പറയും. അതെന്തിനാണ് വെച്ചത്? ഓൾറെഡി കയറിപ്പോയ സിൽറ്റിനെ റിമൂവ് ചെയ്യാനാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? റിവർ ബെഡിൽ വെക്കുന്നത് സിൽറ്റ് എക്സ്ക്ലൂഡർ, കനാലിലോട്ട് സിൽറ്റ് കയറാതിരിക്കാനാണ് വെക്കുന്നത്. കനാൽ ബെഡിൽ വെക്കുന്നത് സിൽറ്റ് ഇജക്ടർ, ഓൾറെഡി കയറിപ്പോയ സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓർത്താൽ മതി. അപ്പൊ അത് ഏത് കനാലിലായിരിക്കും വെക്കുക? മെയിൻ കനാലിൽ വെക്കണം.
റിവറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വെള്ളം എടുക്കുന്ന മെയിൻ കനാലിൽ അതിന്റെ തുടക്കത്തിൽ എവിടെയെങ്കിലുമാണ് സിൽറ്റ് ഇജക്ടർ വെക്കേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇപ്പൊ ലൊക്കേഷൻ അറിയണം, എന്തിന് വെക്കുന്നു എന്നും അറിയണം. കനാലിൽ സിൽറ്റ് കയറാതിരിക്കാൻ സിൽറ്റ് എക്സ്ക്ലൂഡർ റിവറിൽ കൊണ്ടുവയ്ക്കാം. ഓൾറെഡി കനാലിൽ കയറിയ സിൽറ്റിനെ റിമൂവ് ചെയ്യാൻ സിൽറ്റ് ഇജക്ടർ ഓർ എക്സ്ട്രാക്ടർ, അത് കനാലിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുക. പിന്നെ നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് വായിക്കാം. വിച്ച് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദ കനാൽ. എന്താണ് ആൻസർ? നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. കനാലിലോട്ട് സിൽറ്റ് കയറാതിരിക്കാൻ വെക്കുന്ന ഏതാണ്? സിൽറ്റ് എക്സ്ക്ലൂഡർ ആണ്. ഇറ്റ് പ്രിവെന്റ്സ് ദ എൻട്രി ഓഫ് സിൽറ്റ് ഇൻ ടു ദി കനാൽ. സിൽറ്റ് എക്സ്ട്രാക്ടറും സിൽറ്റ് ഇജക്ടറും ഒന്ന് തന്നെയാണ്. അതെവിടെ വെക്കണം? രണ്ടും കനാൽ ബെഡിൽ വെക്കണം. ഓൾറെഡി കയറിയ സിൽറ്റിനെ റിമൂവ് ചെയ്യാനാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്കിൽ തന്നെ വരുന്നതാണ്. ദ ആക്സിസ് ഓഫ് ഹെഡ് റെഗുലേറ്റർ യൂഷ്വലി മേക്സ് ആൻ ആംഗിൾ വിത്ത് ദ ആക്സിസ് ഓഫ് ദ വിയർ എസ്. അപ്പൊ ഇതെന്താണ്? നമുക്ക് മുന്നേ കണ്ട പടത്തിൽ ഒന്ന് നോക്കാം. നമ്മൾ ഡൈവേർഷൻ ഹെഡ് വർക്ക് കണ്ടിരുന്നു. അപ്പൊ ഇവിടെ ഏത് ആംഗിളിനെ കുറിച്ചാണ് ഈ പറയുന്നത് നോക്കാം. ഇതാണ്, ഇവിടെയാണ് നമ്മുടെ ഹെഡ് റെഗുലേറ്റർ വരുന്നത് ആണല്ലോ. കനാലിന്റെ തുടക്കത്തിൽ നമ്മൾ വെക്കുന്ന ഷട്ടറുകളെയാണ് ഹെഡ് റെഗുലേറ്റർ എന്ന് പറയും. അപ്പൊ ഈ മെയിൻ കനാലിന്റെ തുടക്കത്തിൽ നമുക്ക് ഹെഡ് റെഗുലേറ്റർ ഉണ്ട്. ഇതാണ് വിയർ. ഈ വിയറിന്റെ ആക്സിസുമായിട്ട് ഇത് എത്ര ആംഗിളിൽ ഇരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് ദി ഹെഡ് റെഗുലേറ്റർ വിത്ത് ദ ആക്സിസ് ഓഫ് ദ വിയർ റേഞ്ചസ് ഫ്രം 90 to 110 ഡിഗ്രി അല്ലെങ്കിൽ 90 to 120 ഡിഗ്രി. ഇത്രയൊക്കെ നമുക്ക് പറയാം. മിനിമം ആംഗിൾ 90 ആണ്, മാക്സിമം 110. അതായത് നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഇത് വെക്കാം, 110 ഡിഗ്രി വരെ ഇൻക്ലിനേഷനും കൊടുക്കാം. ഈ ആക്സിസും ഹെഡ് റെഗുലേറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 തൊട്ട് 110 അല്ലെങ്കിൽ 120 ഡിഗ്രി വരെയാണ്. നമുക്കിനി തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇവിടെ ഏത് ആൻസർ വരുമായിരിക്കും? ദ ആക്സിസ് ഓഫ് ഹെഡ് റെഗുലേറ്റർ യൂഷ്വലി മേക്സ് ആൻ ആംഗിൾ വിത്ത് ദ ആക്സിസ് ഓഫ് ദ വിയർ ഇസ്. എത്ര ആംഗിൾ ആണ് ഇരിക്കുന്നത്? 90 to 120 ഡിഗ്രി. നമുക്ക് 90 to 110 എന്നും വരെ. ഏതാണോ ഓപ്ഷൻ ഉള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. മിനിമം ആംഗിൾ എന്ന് പറയുന്നത് 90, മാക്സിമം എന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പൊ ഇവിടെ ഒരു കാര്യവും കൂടി നമ്മൾ അറിയണം. ഹെഡ് റെഗുലേറ്റർ നമ്മൾ പറഞ്ഞു, എല്ലാ കനാലിന്റെയും തുടക്കത്തിൽ വെക്കുന്നതാണ് ഹെഡ് റെഗുലേറ്റർ. എന്താണ് ക്രോസ് റെഗുലേറ്റർ എന്ന് കൂടി നോക്കാം. അപ്പൊ ഇവിടെ ഒരു പാരന്റ് ചാനലും ഉണ്ട്, ഓഫ് ടേക്ക് ചാനലും ഉണ്ട്. ആരാണോ വെള്ളം കൊടുക്കുന്നത് അത് പാരന്റ് ചാനൽ, ആരാണോ വെള്ളം എടുത്തോണ്ട് പോകുന്നത് അതിന് ഓഫ് ടേക്കിംഗ് ചാനൽ എന്ന് പറയും. അപ്പൊ ഈ ഓഫ് ടേക്കിംഗ് ചാനലിന്റെ തുടക്കത്തിൽ വെച്ചിരിക്കുന്നത് ഹെഡ് റെഗുലേറ്റർ ആണ്, സംശയമൊന്നുമില്ല. എല്ലാ കനാലിന്റെ തുടക്കത്തിലും ഉണ്ടാവും. എന്താണ് ഈ ക്രോസ് റെഗുലേറ്റർ എന്ന് പറയുന്നത്? ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പാരന്റ് ചാനലിന് എക്രോസ് ആയിട്ട് വെക്കുന്ന സാധനമാണ് ക്രോസ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. എന്തിനാ അങ്ങനെ വെക്കുന്നത്? കാരണം കുറച്ച് വെള്ളം ഒന്ന് ഉയർത്തിയാലേ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്രോസ് റെഗുലേറ്റർ എവിടെ വെക്കുന്നു, എന്തിന് വെക്കുന്നു? പാരന്റ് കനാലിന് എക്രോസ് ആയിട്ട് വെക്കുന്നതാണ് ക്രോസ് റെഗുലേറ്റർ. ഓഫ് ടേക്കിംഗ് കനാലിലേക്ക് വെള്ളം കൊടുക്കാനാണ് നമ്മളത് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ കുറച്ചൊന്ന് റേസ് ചെയ്യാൻ പറ്റും. റേസ് ചെയ്ത വെള്ളത്തിന് ഇങ്ങോട്ട് കൊടുക്കാം. ഇതും പല പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതും നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്കിൽ വരുന്ന ചോദ്യമാണ്. പൊതുവെ നമുക്ക് ഡൈവേർഷൻ ഹെഡ് വർക്ക് എന്നൊരു ചോദ്യം കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ദ ഡിവൈസ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹെഡ് റെഗുലേറ്റർ ഫോർ സിൽറ്റ് റിമൂവൽ ഇസ്. നമുക്കറിയാം, ഹെഡ് റെഗുലേറ്ററിന് മുന്നേ ആയിട്ട് നമ്മൾ വെക്കുന്ന ഏതിനെയാണ്? സിൽറ്റ് എക്സ്ക്ലൂഡറിനെയാണ് അല്ലെ. കനാലിലേക്ക് സിൽറ്റ് കയറാതിരിക്കാൻ ഹെഡ് റെഗുലേറ്ററിന് തൊട്ട് മുന്നേ ഫ്രണ്ടിലായിട്ട് നമ്മൾ വെക്കുന്ന സാധനം സിൽറ്റ് എക്സ്ക്ലൂഡർ. ഓപ്ഷൻ സി. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഡൈവേർഷൻ ഹെഡ് വർക്കിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തതായിട്ട് ക്രോസ് ഡ്രെയിനേജ് വർക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്താണെന്നൊരു സമ്മറി നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു റിവറും ഒരു കനാലും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ കനാലിനെ മുകളിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പണിയുന്ന ഒരു ബ്രിഡ്ജാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അപ്പൊ അടിയിൽ കൂടെ റിവർ പോകുന്നു, മേളിൽ കൂടെ കനാൽ പോകുന്നു. നമ്മൾ സാധാരണ കാണുന്ന പാലങ്ങൾ പോലെ തന്നെയാണ്. പക്ഷെ പാലങ്ങളിൽ മുകളിൽ കൂടെ റോഡ് പോകുന്നു, അടിയിൽ കൂടെ വെള്ളം പോകുന്നു.
ഇവിടെ അടിയിൽ കൂടെ വെള്ളമാണ്, മുകളിൽ കൂടെയും വെള്ളമാണ്. അത് അടിയിൽ കൂടെ റിവർ പോകുന്നു, മേളിൽ കൂടി കനാൽ പോകുന്നു. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കാണുള്ളത്. കനാൽ ഓവർ ദ ഡ്രെയിൻ എന്ന് പറഞ്ഞ അർത്ഥം കനാല് മുകളിലും റിവർ താഴെയുമാണ്. 2 ഓപ്ഷൻസ് ആണ് വരിക, അക്യുഡക്റ്റും സൈഫൺ അക്യുഡക്റ്റും. തിരിച്ച് ഡ്രെയിൻ ഓവർ ദ കനാൽ, ഈ ഡ്രെയിൻ കൊണ്ട് മീൻ ചെയ്യുന്നത് റിവറാണ്. ഇപ്പൊ റിവർ ആണ് മുകളിൽ വരുന്നത്, കനാൽ അടിയിൽ കൂടെ പോകും. വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്, അങ്ങനെയും ഒരു പോസിബിലിറ്റി പറയുന്നതാണ്. ഇപ്പൊ റിവർ മുകളിൽ കൂടെ പോകുന്നു, കനാൽ താഴെ കൂടെ പോകും. 2 എക്സാമ്പിൾസ് ആണ് വരുന്നത്, സൂപ്പർ പാസേജും കനാൽ സൈഫൺ. ഇനി അതല്ല, 2 പേരും ഒരേ ലെവലിൽ വന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ലെവൽ ക്രോസിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഈ 5 കാര്യങ്ങളെ നമ്മളോട് ചോദിക്കുള്ളൂ. ഏതെങ്കിലും എക്സ്പ്ലനേഷൻ തരും, ഈ 5 എണ്ണത്തിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ. അപ്പൊ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം ഇത്രയേ ഉള്ളൂ, റിവർ താഴെ കൂടെ പോകുന്നു, കനാൽ മേളിൽ കൂടെ പോകുന്നു. അടിയിൽ കൂടെ പോകുന്ന റിവറിന്റെ വെള്ളം കനാലിനെ ടച്ച് ചെയ്യുന്നില്ല. ഒരു ഫ്രീ ബോർഡ് ഇട്ടാണ് അത് ഒഴുകി പോകുന്നതെങ്കിൽ നമ്മൾ അതിനെ അക്യുഡക്റ്റ് എന്ന് പറയും. അപ്പൊ റിവറിന്റെ അടിയിൽ കൂടെ പോകുന്ന റിവറിന്റെ മാക്സിമം വാട്ടർ ലെവൽ ഏതാണ്? HFL ആണ്. ആ ഹൈ ഫ്ലഡ് ലെവല് മുകളിൽ കൂടെ പോകുന്ന കനാലിന്റെ ബെഡ് ലെവലിനേക്കാൾ ഒരുപാട് താഴെയാണ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അക്യുഡക്റ്റ് എന്ന് പറയും. അതേസമയം ഗ്യാപ്പ് ഇല്ല, റിവറിന്റെ വെള്ളം കനാലിന്റെ മുകളിൽ പോയി ടച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ് എന്ന് നമ്മൾ പറയും. ഹൈ ഫ്ലഡ് ലെവൽ ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ. നമ്മൾ സാധാരണ കാണുന്ന പാലങ്ങളൊക്കെ, യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പാലങ്ങളിലൊക്കെ ആ ഗ്യാപ്പ് ഉണ്ട്. അടിയിൽ കൂടെ പോകുന്ന വെള്ളം വന്ന് നമ്മുടെ റോഡിന്റെ ബോട്ടത്തിനെ ടച്ച് ചെയ്യുന്നില്ല. അതാണ് അക്യുഡക്റ്റ്. അതിന് സിമിലർ ആയിട്ട് വരുന്നതാണ് അക്യുഡക്റ്റ്. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അക്യുഡക്റ്റ്, ഗ്യാപ്പ് ഇല്ലെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ്. ഇതേ കാര്യം തന്നെയാണ് തിരിച്ചും വരുന്നത്. റിവർ മോളിൽ കൂടെ പോകുന്നു, കനാൽ അടിയിൽ കൂടെ പോകും. അടിയിൽ കൂടെ പോകുന്ന കനാലിന്റെ വെള്ളം മോളിൽ കൂടെ പോകുന്ന റിവറിനെ ടച്ച് ചെയ്യുന്നില്ല, ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അത് എങ്ങനെ പറയും? കനാലിന്റെ മാക്സിമം ലെവലിന് നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്നാണ് പറയുക. നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്താലേ അവിടെ മാക്സിമം വരുള്ളൂ. അപ്പൊ FSL ലെസ് ദാൻ ഡ്രെയിനേജ് ബെഡ് ലെവൽ, ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ സൂപ്പർ പാസേജ്. അതേസമയം അടിയിൽ കൂടെ പോകുന്ന കനാലിന്റെ വെള്ളം മുകളിൽ പോയി ടച്ച് ചെയ്യുകയാണെങ്കിൽ ഗ്യാപ്പ് ഇല്ല. അപ്പൊ FSL ഗ്രേറ്റർ ദാൻ ഡ്രെയിനേജ് ബെഡ് ലെവൽ. ആൻസർ കനാൽ സൈഫൺ. ക്ലിയർ ആയോ? ഇനി ഡ്രെയിൻ ആൻഡ് കനാൽ അറ്റ് ദ സെയിം ലെവൽ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ലെവൽ ക്രോസിംഗ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി, 2 സ്ട്രക്ചേഴ്സും തമ്മിൽ ടച്ച് ചെയ്യാതെ ഗ്യാപ്പ് ഇട്ട് പോവാണ്. റിവർ താഴെ കൂടെ പോവാണെങ്കിൽ അത് അക്യുഡക്റ്റ് ആണ്, ഗ്യാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സൈഫൺ അക്യുഡക്റ്റ്. തിരിച്ച് റിവർ മുകളിൽ കൂടെ പോകുന്ന സമയത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സൂപ്പർ പാസേജ്, ഗ്യാപ്പ് ഇല്ലെങ്കിൽ കനാൽ സൈഫൺ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. The cross drainage work provided over natural drain to carry the canal. അതായത് റിവറിന് മുകളിലൂടെ നമ്മളൊരു ബ്രിഡ്ജ് പണിത് കനാലിനെ കൊണ്ടുപോവാണ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് പ്രൊവൈഡഡ് ഓവർ ദ നാച്ചുറൽ ഡ്രെയിൻ, അതായത് റിവറിന് മുകളിലൂടെ, ടു ക്യാരി ദ കനാൽ. ഏതാണ് ആൻസർ? അക്യുഡക്റ്റ്. റിവർ താഴെ, കനാല് മുകളിലുമാണ്. ഓവർ ദ നാച്ചുറൽ ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ റിവറിന് മുകളിലൂടെ കനാല് കൊണ്ടുപോയി. ഓക്കെ, സോ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യനും നമുക്ക് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ആണ്. The cross drainage work in which bed level of the canal is at higher level than the HFL. അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, CBL greater than HFL. അങ്ങനെയാണെങ്കിൽ ഏത് സ്ട്രക്ചറാണ്? ഇപ്പൊ കനാൽ ബെഡ് ഹയർ ലെവൽ ദാൻ HFL എന്ന് പറഞ്ഞാൽ അവിടെ ഗ്യാപ്പ് ഉണ്ടോ ഇല്ലയോ? കനാൽ ബെഡ് ലെവൽ മുകളിലാണ്, HFL താഴെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് HFL is less than കനാൽ ബെഡ് ലെവൽ എന്നല്ലേ? ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രക്ചർ ഏതാണ്? അക്യുഡക്റ്റ്. ഓപ്ഷൻ ഡി. ക്ലിയർ ആയോ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. The ratio of mean supply discharge to the full capacity discharge is called dash. എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് 3 ഫാക്ടേഴ്സ് ആണ് മാറി മാറി പരീക്ഷയ്ക്ക് ചോദിച്ച് കാണാറുള്ളത്. ഔട്ട്ലെറ്റ് ഫാക്ടർ, ടൈം ഫാക്ടർ, കപ്പാസിറ്റി ഫാക്ടർ. ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ
ഔട്ട്ലെറ്റിൽ എത്ര ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ വാട്ടർ കോഴ്സിന്റെ തുടക്കത്തിൽ എത്ര ഡ്യൂട്ടി കിട്ടും. ഈ ഔട്ട്ലെറ്റ് എന്ന് പറയുന്ന ഫാമേഴ്സിന് വെള്ളം എടുക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന ഒരു പ്രൊവിഷനാണ്. ഇപ്പൊ നമ്മൾ മെയിൻ ബ്രാഞ്ച്, മേജർ ഡിസ്ട്രിബ്യൂട്ടറി, മൈനർ ഡിസ്ട്രിബ്യൂട്ടറി കണ്ടു. മൈനർ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് നമ്മൾ വാട്ടർ കോഴ്സ് കാണുകയും ചെയ്തു. ഈ വാട്ടർ കോഴ്സിന്റെ തുടക്കത്തിൽ വെള്ളം എടുക്കാനായിട്ട് ഇട്ടുകൊടുക്കുന്ന പ്രൊവിഷനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയാം. ആ ഔട്ട്ലെറ്റിൽ എത്ര ഡ്യൂട്ടി കിട്ടും, അല്ലെങ്കിൽ വാട്ടർ കോഴ്സിന്റെ തുടക്കത്തിൽ എത്ര ഡ്യൂട്ടി കിട്ടും, അതിനെയാണ് ഔട്ട്ലെറ്റ് ഫാക്ടർ എന്ന് പറയാം. അതേസമയം ടൈം ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് പീരീഡ് എത്ര ഉണ്ടായിരുന്നു, ഡിനോമിനേറ്റർ നോക്കിയ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡ്, അതായത് ബേസ് പീരീഡ് എത്രയാണ്, അതിൽ എത്ര ദിവസമാണ് കനാൽ റിവറിൽ നിന്ന് വെള്ളം എടുത്തത്. ഫോർ എക്സാമ്പിൾ 100 ദിവസമാണ് ബേസ് പീരീഡ് എന്ന് വിചാരിക്കാം. 100 ദിവസവും കനാല് റിവറിൽ നിന്ന് വെള്ളം എടുക്കുന്നില്ല. പാടത്ത് എന്നാണോ നമ്മൾ വെള്ളം കൊടുക്കുന്നത് അന്ന് മാത്രം എടുത്താൽ മതി. ഇപ്പൊ മേ ബി ഒരു 95 ഡേയ്സ് ആയിരിക്കും വെള്ളം എടുത്തിട്ടുണ്ടാവുക. ഇതിനെയാണ് ടൈം ഫാക്ടർ എന്ന് പറയാം. നമ്പർ ഓഫ് ഡേയ്സ് ദ കനാൽ ഹാസ് ആക്ച്വലി റൺ ടു ദ നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ഇറിഗേഷൻ പീരീഡ് ഇസ് നോൺ ആസ് ടൈം ഫാക്ടർ. ഇനി കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതേ കോൺസെപ്റ്റിൽ വരുന്ന ഒരു കനാലിന്റെ മാക്സിമം കപ്പാസിറ്റി, അതാണ് ഫുൾ സപ്ലൈ ഡിസ്ചാർജ്. പക്ഷെ എല്ലാ ദിവസവും അത് മാക്സിമം കപ്പാസിറ്റിയിലല്ല ഒഴുകുന്നത്. ഓരോ ദിവസം ആവശ്യമുള്ള വെള്ളം മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. ഇപ്പൊ ആവറേജ് എത്ര ഡിസ്ചാർജ് കൊണ്ടുപോയി ഡിവൈഡഡ് ബൈ അതിന്റെ ഫുൾ കപ്പാസിറ്റി, അതിനെയാണ് കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയാം. അപ്പൊ നമുക്ക് അത് ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. The ratio of mean supply discharge to the full capacity discharge. എന്തായിരിക്കും ആൻസർ? കപ്പാസിറ്റി ഫാക്ടർ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. അപ്പൊ അടുത്ത് നമ്മൾ സ്റ്റോറേജ് ഹെഡ് വർക്സിലേക്ക് വരാം. ഡൈവേർഷൻ ഹെഡ് വർക്സ് കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റോറേജ് ഹെഡ് വർക്സ് ആണ്. A structure built across a river or stream to form a reservoir. ഒരു റിവറിനെയോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്ട്രീമിനെയോ ബ്ലോക്ക് ചെയ്ത് ഒരു റിസർവോയർ ആക്കി മാറ്റിയാൽ അതിനെ എന്ത് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? ഡാം. നമുക്ക് വിയറും ബാരേജും ഒന്നും വരില്ല, കാരണം വിയറും ബാരേജിൽ വെള്ളം നമ്മൾ അവിടെ പിടിച്ചു നിർത്തുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഉയർത്തി കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അതിന് നമ്മൾ കനാലിലോട്ട് എടുക്കുന്നു, ഫ്രണ്ടിലോട്ട് ബാക്കി വെള്ളം വിടുന്നു. വെള്ളം കെട്ടി നിർത്തി റിസർവോയർ ആക്കി മാറ്റുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഡാം ആണ്. സോ ഓപ്ഷൻ എ, ഡാം. ഇപ്പൊ ഡാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. A dam which resists the external forces by the virtue of its dead weight is known as dash. 2012 ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ ചോദ്യമാണ്. അതായത് ഒരു ഡാമിൽ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, വിൻഡ് ആക്ട് ചെയ്യുന്നുണ്ട്, വേവ് പ്രഷർ ഉണ്ട്, എർത്ത് ക്വേക്ക് പ്രഷർ ഉണ്ട്, സിൽറ്റ് കാരണമുള്ള ഫോഴ്സ് ഉണ്ട്, വെള്ളം അടിയിലേക്ക് ഊർന്നിറങ്ങി അപ്ലിഫ്റ്റ് വരാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഫോഴ്സ് ഉണ്ട് അല്ലെ. അപ്പോൾ ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും സ്വന്തം വെയിറ്റ് കൊണ്ട് താങ്ങി നിർത്തുന്ന ഡാം ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഇസ് ഗ്രാവിറ്റി ഡാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് കോൺക്രീറ്റ് കൊണ്ട് പണിയണം എന്നൊക്കെ പറയും. അപ്പൊ ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. ഒരു ഡാമിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിനെയും സ്വന്തം വെയിറ്റ് കൊണ്ട് താങ്ങി നിർത്തുന്ന ആളാണ് ഗ്രാവിറ്റി ഡാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡാമിന്റെ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Which dam is constructed to store water during floods and release it gradually at a safe rate when the flood recedes? ഫ്ലഡ് വരുമ്പോൾ വെള്ളത്തിനെ പിടിച്ചു നിർത്തുകയും മഴ കുറയുന്ന സമയത്ത് അതിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്ന ഡാം ഏതാണ്? പതിയെ പതിയെ കുറച്ചായിട്ട് ഫ്ലഡിനെ തുറന്നു വിടുന്ന ഡാം ഏതാണ്? ആൻസർ ഡിറ്റൻഷൻ ഡാം. പ്രത്യേകം ശ്രദ്ധിക്കാം. ഫ്ലഡ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ പിടിച്ചു നിർത്തും. ഫ്ലഡൊക്കെ താഴ്ന്ന് മഴയൊക്കെ കുറഞ്ഞു വരുമ്പോൾ കുറച്ചായിട്ട് നമ്മൾ റിലീസ് ചെയ്ത് വിടും. അതാണ് ഡിറ്റൻഷൻ ഡാം. പക്ഷെ അതേസമയം സ്റ്റോറേജ് ഡാം ആണെന്ന് പറഞ്ഞാൽ നല്ല ഒഴുക്കുള്ള സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്യുകയും ആവശ്യമുള്ള സമയത്ത് വേനൽക്കാലമൊക്കെ ആകുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അതിനെയാണ് സ്റ്റോറേജ് അഥവാ കൺസർവേറ്റീവ് ഡാം എന്ന് പറയും. അപ്പൊ ആ വ്യത്യാസം നോക്കണം. നമ്മൾ സെന്റൻസ് വായിക്കുമ്പോൾ ഏകദേശം ഒരുപോലെ തോന്നും. ഫ്ലഡിനെ പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ മാത്രം ആൻസർ എന്താ എഴുതുക? ഡിറ്റൻഷൻ ഡാം എഴുതുക. റിവറിന്റെ ഒഴുക്കിനെ നമ്മൾ പിടിച്ചു നിർത്തി എന്നിട്ട് പിന്നീട് ഷോർട്ടേജ് വരുന്ന സമയത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? സ്റ്റോറേജ് അഥവാ കൺസർവേറ്റീവ് ഡാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
the line in a dam section, within a dam section, below which there are positive hydrostatic pressure within the dam. അതെന്താന്ന് നോക്കാം. നമ്മളൊരു എർത്തൻ ഡാമിലാണ് പ്രധാനമായിട്ട് ഇത് പറയും. ഇപ്പൊ എർത്തൻ ഡാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വീക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ നല്ല രീതിയിൽ സീപ്പേജ് ഉണ്ടാകുന്ന ഡാംസാണ്. അപ്പോൾ ഒരു ഡാമിനകത്ത് സീപ്പേജ് ലൈൻ നമ്മൾ കാണിക്കുകയാണ്, ഇമാജിനറി ആയിട്ടുള്ള ഒരു സീപ്പേജ് ലൈൻ കാണിക്കുന്നു. ദ ഇമാജിനറി സീപ്പേജ് ലൈൻ ഇൻസൈഡ് ആൻ എർത്തൻ ഡാം ഇസ് നോൺ ആസ് ഫ്രിയാറ്റിക് ലൈൻ. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ ബാക്കി പോയിന്റ്സ് കൂടെ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഇതിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ ഡാമിനകത്തൂടെ വെള്ളം ഊർന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതയുള്ള ഒരു ബൗണ്ടറിയാണ് നമ്മൾ ഈ കാണിക്കുക. അതായത് ഇതിന് താഴോട്ട് സീപ്പേജ് ഉണ്ടാവും, ഇതിന് മുകളിലോട്ട് സീപ്പേജ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കും, മുകളില് പാർഷ്യലി സാച്ചുറേറ്റഡും ആയിരിക്കും. പാർഷ്യലി സാച്ചുറേറ്റഡ് ആകുന്നതിന്റെ കാരണം നമുക്ക് കാപ്പിലറി റൈസ് ഉണ്ടാകാം, റെയിൻ ഒക്കെ വരും. അപ്പൊ അങ്ങനെയാണ് അത് പാർഷ്യലി സാച്ചുറേറ്റഡ് ആകും. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. 3 ക്വസ്റ്റ്യന് ഞാൻ പറയാം. ദ സീപ്പേജ് ലൈൻ ത്രൂ ആൻ എർത്തൻ ഡാം ഇസ് നോൺ ആസ് ഡാഷ്. ഫ്രിയാറ്റിക് ലൈൻ എന്ന് പറയും, അല്ലെങ്കിൽ സീപ്പേജ് ലൈൻ എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ സാച്ചുറേഷൻ ലൈൻ എന്നും പറയും. രണ്ടാമത്തെ ചോദ്യം, ലൈൻ വിച്ച് ഡിവൈഡ്സ് ദ ഫുള്ളി സാച്ചുറേറ്റഡ് സോൺ ആൻഡ് പാർഷ്യലി സാച്ചുറേറ്റഡ് സോൺ ഇൻ ആൻ എർത്തൻ ഡാം. അതിന്റെ ആൻസറും എന്ത് തന്നെയാണ്? ഫ്രിയാറ്റിക് ലൈൻ. മൂന്നാമത്തെ ചോദ്യം, ദ അപ്രോക്സിമേറ്റ് ഷേപ്പ് ഓഫ് എ ഫ്രിയാറ്റിക് ലൈൻ ഇസ് ഡാഷ്. എന്താണ് ഇതിന്റെ അപ്രോക്സിമേറ്റ് ഷേപ്പ് എന്ന് പറയുന്നത്? പാരബോളയാണ്. അതും ഓർത്തിരിക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഈ ലൈനിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ലൈൻ ഇൻ എ ഡാം സെക്ഷൻ ബിലോ വിച്ച് ദർ ആർ പോസിറ്റീവ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ വിത്തിൻ ദ ഡാം. സീപ്പേജ് ലൈൻ എന്ന് വിളിക്കാം, സാച്ചുറേഷൻ ലൈൻ എന്ന് വിളിക്കാം, ഫ്രിയാറ്റിക് ലൈൻ എന്ന് വിളിക്കാം. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദിസ്. അടുത്ത ചോദ്യം നോക്കാം. A passage provided along the length of the dam near its upstream side for the inspection of the dam structure is. ഇപ്പൊ നമുക്ക് ഈ ഡാമിനകത്തുകൂടെ ഒരു ടണൽ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് along the length of the dam. ഇപ്പൊ ഇതാണ് ഡാം എങ്കിൽ ഇതിന്റെ ലെങ്ത് വൈസ് ആക്സിസിലൂടെ കടന്നു പോകുന്ന ഒരു പാസേജ് ഉണ്ട്. അത് ഇൻസ്പെക്ഷൻ പർപ്പസിനും നമ്മൾ സീപ്പ് ചെയ്ത് വരുന്ന വെള്ളം റിമൂവ് ചെയ്യാനും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആ പാസേജിനെ എന്ത് പറയും എന്ന് ചോദിച്ചാൽ ഡ്രെയിനേജ് ഗാലറി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ ആൻസർ ഇസ് ഡ്രെയിനേജ് ഗാലറി. ഓക്കെ, അടുത്ത ചോദ്യം, ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റിസർവോയർ ബിലോ ദ മിനിമം പൂൾ ലെവൽ ഇസ് ഡാഷ്. അപ്പൊ ഇത് നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യം കിട്ടുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും 3 ലെവൽസ് ആണ് വരുന്നത്. മിനിമം പൂൾ ലെവൽ, നോർമൽ പൂൾ ലെവൽ ആൻഡ് മാക്സിമം പൂൾ ലെവൽ. ഈ 3 എണ്ണത്തിന്റെ പ്രത്യേകത ഞാൻ പറയാം. നമ്മളൊരു ഡാം കെട്ടിയിട്ട് അതിനകത്തുനിന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് വെള്ളം എടുക്കുകയാണ്. മാക്സിമം ഏത് ലെവല് വരെ നിങ്ങൾക്ക് താഴ്ത്താൻ പറ്റും, അതാണ് മിനിമം പൂൾ ലെവൽ. ഇതിന് താഴോട്ടുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. സോ ദ ലോവസ്റ്റ് എലിവേഷൻ അപ് ടു വിച്ച് വാട്ടർ ക്യാൻ ബി വിഡ്രോൺ ഇസ് നോൺ ആസ് മിനിമം പൂൾ ലെവൽ. ഈ ലെവൽ വരെ നിങ്ങൾക്ക് വെള്ളം എടുക്കാം. ഇനി നോർമൽ പൂൾ ലെവൽ എന്താന്ന് വെച്ചാൽ, മഴയോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത സമയത്ത് റിവറിന്റെ ഒഴുക്ക് മാത്രമേ നമുക്ക് കാണുള്ളൂ. ആ ഒഴുക്ക് കൊണ്ട് മാത്രം മാക്സിമം ഡാമിൽ വരാവുന്ന ലെവലാണ് നോർമൽ പൂൾ ലെവൽ. മഴയോ ഫ്ലഡോ അങ്ങനെ എക്സ്ട്രാ വാട്ടർ ഒന്നും ഇല്ല. ആ സമയത്ത് ഡാമിന് മാക്സിമം നമുക്ക് കിട്ടുന്നത് നോർമൽ പൂൾ ലെവലാണ്. ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ എക്സ്ട്രാ വാട്ടർ വരും. അപ്പൊ മാക്സിമം എവിടം വരെ പൊങ്ങാമെന്ന് ചോദിച്ചാൽ മാക്സിമം പൂൾ ലെവൽ വരെ നമുക്ക് വെള്ളം ഉയർന്നു വരാം. മഴയും ഫ്ലഡും ഒന്നും ഇല്ലാത്ത സമയത്ത് എവിടം വരെ ഉയരത്തുള്ളൂ? നോർമൽ പൂൾ ലെവൽ വരെ ഉയരും. മഴക്കാലമോ അല്ലെങ്കിൽ ഫ്ലഡ് ഒക്കെ വരുന്ന സമയമാകുമ്പോൾ മാക്സിമം എവിടം വരെ പൊങ്ങും? മാക്സിമം പൂൾ ലെവൽ വരെ പൊങ്ങാം. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടം വരെ മാത്രമേ വെള്ളം എടുക്കാവൂ എന്ന് പറഞ്ഞു. മിനിമം പൂൾ ലെവൽ വരെ മാത്രമാണ് നമ്മൾ വെള്ളം എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ താഴോട്ടുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈ മിനിമം പൂൾ ലെവലിന് താഴെയുള്ള വെള്ളത്തിനെയാണ്
ഡെഡ് സ്റ്റോറേജ് എന്ന് പറയും. അത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല, സിൽറ്റിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. നോർമൽ പൂൾ ലെവലിനും മിനിമം പൂൾ ലെവലിനും ഇടയ്ക്കുള്ള വെള്ളമാണ് യൂസ്ഫുൾ സ്റ്റോറേജ്. ഇതാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഡെയിലി എടുക്കുന്നത്. മാക്സിമം പൂൾ ലെവലിനും നോർമൽ പൂൾ ലെവലിനും ഇടയ്ക്ക് വരുന്നതാണ് സർചാർജ് സ്റ്റോറേജ്. അതായത് എക്സ്ട്രാ വരുന്ന വെള്ളം അത് പലപ്പോഴും നമ്മൾ ഷട്ടറിലൂടെ ഒഴുക്കിക്കളയും. അപ്പൊ ഇത് മൂന്നും മറക്കാതിരിക്കാം. ബിലോ മിനിമം പൂൾ ലെവൽ ഏത് സ്റ്റോറേജ് ആണെന്ന് വെച്ചാൽ ഡെഡ് സ്റ്റോറേജ്, ഒരിക്കലും ഉപയോഗിക്കില്ല, സിൽറ്റിന് വേണ്ടിയാണ്. നോർമൽ പൂൾ ലെവലിനും മിനിമം പൂൾ ലെവലിനും ഇടയ്ക്കുള്ളതിന് യൂസ്ഫുൾ സ്റ്റോറേജ്, അല്ലെങ്കിൽ അതിന് ലൈവ് സ്റ്റോറേജ്, എഫക്റ്റീവ് സ്റ്റോറേജ് എന്നൊക്കെ പറയാറുണ്ട്. മാക്സിമം പൂൾ ലെവലിനും നോർമൽ പൂൾ ലെവലിനും ഇടയ്ക്കുള്ളതിന് സർചാർജ് സ്റ്റോറേജ് എന്നും നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് വരാം. ദ വാട്ടർ സ്റ്റോർഡ് ഇൻ ദ റിസർവോയർ ബിലോ ദ മിനിമം പൂൾ ലെവൽ എന്താണെന്നാണ് ചോദ്യം. എന്താണ് ആൻസർ വരുന്നത് പറഞ്ഞേ? ഡെഡ് സ്റ്റോറേജ്. ഓപ്ഷൻ എ ഡെഡ് സ്റ്റോറേജ്, മിനിമം പൂൾ ലെവലിന് താഴെയുള്ള വെള്ളം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈൽഡ് ഓഫ് എ റിസർവോയർ റിപ്രസെന്റ്സ്. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്നാണ് അർത്ഥം. നമുക്കൊരു ഡാമിൽ നിന്ന് എത്ര വെള്ളം പുറത്തേക്ക് കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് ആൻസർ വരുമായിരിക്കും? ഈൽഡ് എന്ന് പറഞ്ഞാൽ ദ ഔട്ട്ഫ്ലോ ഡിമാൻഡ് ഓൺ ദ റിസർവോയർ. നിങ്ങൾക്ക് എത്ര വെള്ളമാണ് പല റിക്വയർമെന്റ്സിനായിട്ട് എടുക്കേണ്ടത്, അത് എത്ര കിട്ടും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഈൽഡ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എത്ര എടുക്കാൻ പറ്റും. അപ്പൊ ആൻസർ എന്ത് വരും? ഔട്ട്ഫ്ലോ ഡിമാൻഡ് ഓൺ ദി റിസർവോയർ. ഓക്കെ, അടുത്തത് നമുക്ക് ഹൈഡ്രോളജിയിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ദ എർത്ത്സ് വാട്ടർ സർക്കുലേറ്ററി സിസ്റ്റം ഇസ് കോൾഡ് ആസ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രോളജിക് സൈക്കിൾ എന്നാണ് നമുക്ക് ആൻസർ വരിക. അപ്പൊ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഹൈഡ്രോളജിക് സൈക്കിളിന് വേറൊരു പേരും കൂടെ ഉണ്ട്, വാട്ടർ സൈക്കിൾ എന്നും നമ്മൾ വിളിക്കാറുണ്ട്. ഹൈഡ്രോളജിക് സൈക്കിളാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ഇപ്പൊ വെള്ളം ഭൂമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു സൈക്ലിംഗ് മൂവ്മെന്റിനെയാണ് ഹൈഡ്രോളജിക് സൈക്കിൾ എന്നോ വാട്ടർ സൈക്കിൾ എന്നോ പറയാം. അപ്പൊ അതുകൊണ്ട് ഏത് ഓപ്ഷൻ വരും? ബോത്ത് എ ആൻഡ് സി വരും. രണ്ടും ഒന്ന് തന്നെയാണ്, വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ഹൈഡ്രോളജിക് സൈക്കിൾ. അപ്പൊ ഇതെങ്ങനെയാണ് ഈ സൈക്കിൾ മൂവ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. The cyclic movement of water from sea to atmosphere to land back to sea. അതായത് നമ്മുടെ വാട്ടർ ബോഡീസിൽ നിന്നും വെള്ളം ഇവോപ്പറേറ്റ് ചെയ്ത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. അവിടെ പോയി ക്ലൗഡ്സ് ആയിട്ട് കണ്ടൻസ് ചെയ്ത് മഴയായിട്ടോ മഞ്ഞായിട്ടോ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. അവിടെ നിന്ന് ഒഴുകി നടക്കുന്ന വെള്ളമായിട്ട് തിരിച്ച് എവിടെ പോകും? കടലിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു സൈക്കിളിനെയാണ് നമ്മൾ ഹൈഡ്രോളജിക് സൈക്കിൾ എന്നോ അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്നോ വിളിക്കാറുള്ളത്. സൈക്ലിക് മൂവ്മെന്റ് ഓഫ് വാട്ടർ ഫ്രം സീ ടു അറ്റ്മോസ്ഫിയർ ടു ലാൻഡ് ബാക്ക് ടു സീ. അപ്പോൾ രണ്ടും കറക്റ്റ് ആണ്. വാട്ടർ സൈക്കിൾ എന്ന് വിളിക്കാം, ഹൈഡ്രോളജിക് സൈക്കിൾ എന്ന് വിളിക്കാം. സോ ആൻസർ ബോത്ത് എ ആൻഡ് സി. Now, question number 45. The standard height of a standard rain gauge is. ഇവിടെ റെയിൻ ഒന്നും കൂടി ഉണ്ട്, കട്ടായി പോയതാണ്. റെയിൻ ഗേജ്. ഓക്കെ, അപ്പൊ ഈ സ്റ്റാൻഡേർഡ് റെയിൻ ഗേജ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സൈമൺസ് റെയിൻ ഗേജിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെയിൻ ഗേജ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് റെയിൻ ഗേജിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വാല്യൂസ് ഉണ്ട്. കളക്ടിങ് ഏരിയയുടെ ഡയമീറ്റർ 127 mm. ഇതാണ് നമ്മുടെ കളക്ടിങ് ഏരിയ എന്ന് പറയുന്നത്. അത് 127 mm ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. സർക്കുലർ ഷേപ്പാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് 305 mm എന്ന് പറഞ്ഞാൽ ഒരു 30.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ നമുക്ക് പറയാം. ഈ രണ്ട് വാല്യൂസ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. സൈമൺസ് റെയിൻ ഗേജിന്റെ കളക്ടിങ് ഏരിയയുടെ ഡയമീറ്റർ 127 mm അഥവാ 12.7 സെന്റിമീറ്റർ. ഹൈറ്റ് അബൌവ് ദ ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത് 305 mm അല്ലെങ്കിൽ 30.5 സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും എന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഹൈറ്റ് ഓഫ് എ സ്റ്റാൻഡേർഡ് റെയിൻ ഗേജ് എത്രയാണ്? ഇതിനകത്ത് ഏത് ഓപ്ഷൻ നമുക്ക് എടുക്കാം? 30 സെന്റിമീറ്റർ, 30.5 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമുക്കത് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അപ്പോൾ 30 സെന്റിമീറ്റർ എന്ന് വരും. 46ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The fall of moisture
ഫ്രം ദ അറ്റ്മോസ്ഫിയർ ടു ദി എർത്ത് സർഫസ് ഇൻ എനി ഫോം. നമ്മുടെ വാട്ടർ ബോഡീസിൽ നിന്നും ആവിയായിട്ട് മുകളിലേക്ക് പോയ വെള്ളം തിരിച്ചേത് രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നാലും അതിനെ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. എന്താണ് അതിനെ വിളിക്കുന്നത്? പ്രസിപ്പിറ്റേഷൻ. കാരണം മഴ എന്ന് പറയുന്ന പ്രസിപ്പിറ്റേഷൻ ആണ്, മഞ്ഞ് പ്രസിപ്പിറ്റേഷൻ ആണ്, അല്ലെ? ആലിപ്പഴം, ഹെയില്, ഗ്ലേസ്, സ്ലീറ്റ്, ഇതെല്ലാം പ്രസിപ്പിറ്റേഷനാണ്. നമ്മുടെ നാട്ടിൽ ഏതാണ് പ്രസിപ്പിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മഴയെന്ന് പറയും, അല്ലെ? അപ്പോൾ fall of moisture from the atmosphere back to earth in any form is called as precipitation. ഇത് പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. The form of precipitation in which frozen raindrops cooled to ice stage while falling through air at sub-freezing temperature is known as. അതായത് മഴ അല്ലെങ്കിൽ മഴത്തുള്ളികൾ തണുത്ത സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ, തണുത്ത ഒബ്ജക്ട്സുമായിട്ടോ സർഫസുമായിട്ടോ കോണ്ടാക്ട് വരുമ്പോൾ അതവിടെ ഫ്രീസ് ചെയ്തങ്ങ് ഇരിക്കും. ഇങ്ങനെ നമ്മൾ ഈ കാറിൻ്റെ ഗ്ലാസ്സിലും വിൻഡോയുടെ ഗ്ലാസ്സിലും ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്, വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന കാണാം. ഇതിനെയാണ് ഗ്ലേസ് എന്ന് നമ്മൾ പറയും. മഴയോ ചാറ്റൽ മഴയോ ആ റെയിൻ ഡ്രോപ്സ് തണുത്ത സർഫസുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അവിടെ അങ്ങ് ഫ്രീസ് ചെയ്തിരിക്കും. അതിന് നമ്മൾ ഗ്ലേസ് എന്ന് പറയും. ഈ ഫ്രീസ് ചെയ്തിരിക്കുന്ന സാധനം തണുത്ത രാജ്യങ്ങളാണെങ്കിൽ ഫ്രീസ് ചെയ്ത് ഐസായിട്ട് മാറും. അങ്ങനെ ഐസായിട്ട് മാറിയാൽ അതിനെ വിളിക്കുന്ന പേര് സ്ലീറ്റ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന അതാണ്, the form of precipitation in which frozen raindrops, ഫ്രീസ് ചെയ്തിരിക്കുന്ന മഴത്തുള്ളികൾ ഐസായിട്ട് മാറിയാൽ എന്ത് വിളിക്കും എന്നാണ്. എന്ത് വിളിക്കണം? സ്ലീറ്റ്. വെറുതെ ഫ്രീസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിന്റെ പേരെന്താണ്? ഗ്ലേസ് എന്നാണ്. അത് ഐസായിട്ട് മാറിയാൽ മാത്രം ആൻസർ എന്താവും? സ്ലീറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A line on a rainfall map joining places having same average annual rainfall is called. ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് സെയിം റെയിൻഫോളിനെ എന്ത് വിളിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഐസോ ഹൈറ്റ്. കാരണം ഹൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ റെയിൻ എന്നാണ്. അപ്പൊ ലൈൻ ജോയിനിങ് പോയിന്റ്സ് ഓഫ് സെയിം റെയിൻഫോൾ ഇസ് നോൺ ആസ് ഐസോ ഹൈറ്റ്. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 49. അപ്പൊ ഇതും വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ദ റെയിൻഫോൾ സൈക്കിൾ പീരീഡ് ഇൻ ഇന്ത്യ ഇസ് ടേക്കൺ ആസ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്ര വർഷമാണ്? മഴ നമ്മൾ ഫോർകാസ്റ്റിംഗ് സ്റ്റഡീസിന് വേണ്ടിയിട്ടും പല കാര്യങ്ങൾക്കായിട്ട് ഡേറ്റ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ എത്ര വർഷം എടുക്കും? 35 വർഷം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കണം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് 2023 ചോദിച്ചു. പിറകോട്ട് ഒരുപാട് വർഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ദ റെയിൻഫോൾ സൈക്കിൾ പീരീഡ് ഇൻ ഇന്ത്യ ഇസ് ടേക്കൺ ആസ് 35 years. മറക്കാതിരിക്കാം. അടുത്ത് നമുക്ക് സ്ഥിരമായിട്ട് ഓവർസിയർ പരീക്ഷയ്ക്കൊക്കെ കിട്ടുന്നതാണ് ഗ്രൗണ്ട് വാട്ടർ എന്നുള്ളൊരു ചോദ്യം. The geological formations that contain sufficient permeable materials or unconsolidated materials such as sand and gravel. അപ്പോൾ ഇതിന് ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാം. അപ്പോൾ നമുക്ക് ഭൂമിക്കടിയിൽ വെള്ളമുണ്ട്. ഈ വെള്ളം പല ടൈപ്പ് സോയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വോയിഡ്സിനകത്ത് സുഷിരങ്ങൾ കയറിയിരിക്കും. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ അവൈലബിലിറ്റി വരുന്നത്, അല്ലെങ്കിൽ അതിന് നമ്മൾ നെയിം ചെയ്യും. അപ്പം നമുക്ക് നോക്കാം. അക്യുഫർ, ഒരുപാട് വെള്ളമുണ്ട്, അത് നമുക്ക് തരികയും ചെയ്യും. ജിയോളജിക്കൽ ഫോർമേഷൻസ് വിച്ച് കണ്ടെയ്ൻസ് വാട്ടർ ആൻഡ് ഈൽസ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ വെള്ളം ഒരുപാട് സ്റ്റോർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്ക് തരികയും ചെയ്യുന്നുണ്ട്, കടത്തി വിടുകയും ചെയ്യും. അതിനെയാണ് അക്യുഫർ എന്ന് പറയുന്നത്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സാൻഡും ഗ്രാവലുമായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ അവിടെ വെള്ളം ഉണ്ട്, അത് പുറത്തോട്ട് കടത്തിവിടും, നമുക്ക് എടുക്കാനും പറ്റും. അതാണ് അക്യുഫർ. ഇനി വെള്ളം ഒരുപാടുണ്ട്, പക്ഷെ ഒരു തുള്ളി പോലും പുറത്തേക്ക് വിടില്ല, നമുക്ക് തരില്ല. അതാണ് അക്യുക്ലൂഡ്. ക്ലേ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. ക്ലേക്ക് ഒരുപാട് വെള്ളം ഹോൾഡ് ചെയ്യാൻ സാധിക്കും, പക്ഷെ ഒട്ടും പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. ഇപ്പം ജിയോളജിക്കൽ ഫോർമേഷൻസ് വിച്ച് കണ്ടെയ്ൻസ് വാട്ടർ ബട്ട് ഡസൻ ട്രാൻസ്മിറ്റ് വാട്ടർ. ആൻസർ ഏതാണ്? അക്യുക്ലൂഡ് അഥവാ ക്ലേ. ഇനി അക്യുഫ്യൂജ്, വെള്ളം കണ്ടെയ്ൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് തരാനും പറ്റില്ല.
നൈദർ കണ്ടെയ്ൻസ് വാട്ടർ നോർ ട്രാൻസ്മിറ്റ്സ് വാട്ടർ. ആൻസർ എന്താണ്? അക്യുഫ്യൂജ്. നമ്മൾ കിച്ചണിലൊക്കെ ഇടുന്ന ഗ്രാനൈറ്റ്, സ്ലാബിലൊക്കെ ഇടുന്ന ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഇതിനൊന്നും വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് തരാനും പറ്റില്ല. അപ്പൊ അതാണ് അക്യുഫ്യൂജ് എന്ന് പറയും. ഇനി വെള്ളം ഉണ്ട്, വളരെ കുറച്ച് മാത്രം പുറത്തേക്ക് കടത്തി വിടുന്ന ആളാണ് അക്യൂറ്റാൾ. അതായത് ഇങ്ങനെ വെള്ളം ലീക്ക് ചെയ്യുന്ന പോലെ. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയിൽ തന്നെ സാൻഡി ക്ലേ കാണാറുണ്ട്. അതായത് ചെളിയിലൂടെ മണൽ മിക്സായി കിടക്കും. അപ്പം അങ്ങനെ മിക്സായി കിടന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇങ്ങനെ ലീക്ക് ചെയ്ത് പുറത്തേക്ക് വരും. വലിയ എമൗണ്ട് ഒന്നും വരില്ല, പക്ഷെ ചെറുതായിട്ട് വരുന്ന കാണാം. അതിനെയാണ് അക്യൂറ്റാർഡ് എന്ന് പറയും. ഞാനൊന്നും കൂടെ പറയാം. വെള്ളം ഉണ്ട്, അത് ഒരുപാട് പുറത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. വെള്ളമുണ്ട്, നമുക്ക് തരികയും ചെയ്യുന്ന ആള് അക്യുഫർ. വെള്ളമുണ്ട്, അത് ഒരു തുള്ളി പോലും പുറത്തേക്ക് കൊടുക്കാത്ത ആള് അക്യുക്ലൂഡ്. എക്സാമ്പിൾ ആരാണ്? ക്ലേ. വെള്ളമില്ല, അതുകൊണ്ട് നമുക്ക് തരാനും പറ്റില്ല, അതാണ് അക്യുഫ്യൂജ്. ബസാൾട്ട് ഗ്രാനൈറ്റ് എക്സാമ്പിളാണ്. വെള്ളമുണ്ട്, വളരെ കുറച്ച് മാത്രം പുറത്തേക്ക് വിടും, അതിനെ നമ്മൾ ഇൻസിഗ്നിഫിക്കൻറ്റ് ഈൽഡ് എന്നാണ് പറയുക. അപ്പൊ ഏത് ജിയോളജിക്കൽ ഫോർമേഷനാണ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഈൽഡ് എന്ന് ചോദിച്ചാൽ അക്യൂറ്റാൾ. അതിന്റെ അർത്ഥം എന്താണ്? ഈൽഡ് ഇല്ല എന്നല്ല, ഈൽഡ് ഉണ്ട്, പക്ഷെ അത് വളരെ കുറവാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് അക്യൂറ്റാൾ. അപ്പൊ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. Geological formation that contain sufficient permeable materials or unconsolidated material such as sand and gravel. Sand and gravel ആർക്ക് എക്സാമ്പിൾ ആണ്? അക്യുഫറിന് എക്സാമ്പിൾ ആണ്. സോ ഓപ്ഷൻ സി അക്യുഫർ. ഓക്കെ, അപ്പൊ നമ്മുടെ റിവിഷൻ സീരീസ് എൻഡിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു ഒട്ടുമിക്ക പോർഷൻസ് എല്ലാം തന്നെ ഇറിഗേഷനുള്ള ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻസ് ഒക്കെ നന്നായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയി. ഇതിൽ ഓരോന്നിൽ നിന്നും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷ സെപ്റ്റംബർ 11-നാണ്. നന്നായിട്ട് എഴുതി ലിസ്റ്റിൽ കയറുക. All the very best to all of you. Thank you. Start your preparations for engineering competitive exams from top educators. Learn from the best.